ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 4 ആണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആപ്പിൾ മ്യൂസിക്കിലും ആമസോൺ മ്യൂസിക്കിലും യൂട്യൂബ് മ്യൂസിക്കിലും അവൈലബിൾ ആണ്. അവിടെയൊക്കെ ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യുക. യൂട്യൂബിൽ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങളിപ്പോൾ 42 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടിന് വലിയ നന്ദി. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ മുതലായ പേജുകളൊക്കെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ അബൌട്ട് സെഷനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്പോട്ടിഫൈ, ആമസോൺ അങ്ങനത്തെ ലിങ്കുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിൽ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അത് കുറേ നാളത്തേക്ക് അവിടെ കാണും. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വോട്ട് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചോളാം. ഇടയ്ക്കിടയ്ക്കല്ല, എല്ലാ എപ്പിസോഡിലും പറയാം. എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞാൻ അടങ്ങുള്ളൂ. അപ്പം ഇപ്പം 8 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ലീഡിങ് ആയിട്ട് നിൽക്കുന്നത് UDC കുമാരിയാണ്. കുമാരിക്ക് ഒരു കൺഗ്രാജുലേഷൻസ്. കുമാരിക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ്. ഒരാൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പാവം നമ്മുടെ ചക്രപാണി അണ്ണനും ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അവന് കൊടുത്തില്ലെങ്കിൽ സാരമില്ല, എനിക്ക് കൂടുതൽ സപ്പോർട്ടായിരുന്നു എന്താണെങ്കിലും. അപ്പം അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഞങ്ങളെ ഈ വീഡിയോ എഡിറ്റിങ് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് ടൈമിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ സ്പോട്ടിഫൈയിൽ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇടാറുണ്ട്. അപ്പം ഇവിടെ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഞങ്ങളുടെ എപ്പിസോഡുകൾ കേൾക്കാവുന്നതാണ്. അപ്പം അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യും, അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം കീപ് ആൻ ഐ ഫോർ ദ കമ്മ്യൂണിറ്റി ടാബ്. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ ഇന്നലെ ഞങ്ങളൊരു, അതായത് നേരത്തെ അതിൻ്റെ ഒരു പാർട്ട് വന്നിരുന്നു, 10 തൊട്ട് 15 വരെയുള്ള എപ്പിസോഡുകൾ. ഇന്നിപ്പം ബാക്കി 21 വരെയുള്ള എപ്പിസോഡ്, ഈസ്റ്റർ വരെയുള്ള എപ്പിസോഡുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 22. അപ്പം അതാണ് ഈ എപ്പിസോഡിൽ. പിന്നെ ഈ വീക്കിലുള്ളത് ഞങ്ങൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ അതുകൂടെ ചെയ്തിട്ട് സമയത്തിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇടയ്ക്കൊന്ന് ഒരു 2 ആഴ്ച ഗ്യാപ്പ് വന്നു. അത് ഈസ്റ്ററും പിന്നെ ഇവിടെ പലർക്കും പനി പിടിക്കുകയും അങ്ങനെയൊക്കെ പലതും സംഭവിച്ചതിൻ്റെ പരിണിതഫലമാണ്. അപ്പം അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. അപ്പം ഇപ്പം ഞാൻ എൻ്റെ കോ ഹോസ്റ്റ് മിസ് UDC കുമാരിയെ വെൽക്കം ചെയ്യുന്നു. UDC കുമാരി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഇനിയിപ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ മിക്കവാറും ഹോസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം ഇന്നൊരു പ്രത്യേക തരം എപ്പിസോഡാണ്. സുഹൃത്തുക്കളെ, കേട്ടോണ്ടിരിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ എപ്പിസോഡിൽ ദിഗംബരൻ്റെ സെറ്റിങ്ങും ദിഗംബരൻ്റെ സൗണ്ടും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല. യാദൃശ്ചികമല്ല, കയ്യിലിരിപ്പുണ്ട്. ഒന്നും അതെ പറയണ്ട. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ദിഗംബരൻ ഒരു അമേരിക്കൻ ഹോംലെസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ പറയരുത്. ഞാൻ ഐ എം ഡൂയിങ് ദിസ് എപ്പിസോഡ് അണ്ടർ ദി സ്റ്റാർസ്, യുനോ. ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് കീഴിൽ ഇരുന്നുകൊണ്ട് ഞാനിത് ചെയ്തു. അല്ലാണ്ട് ഹോംലെസ് എന്നൊക്കെ പറഞ്ഞ അപമാനിക്കത്. എനിക്ക് ആക്ച്വലി അതേ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ആണ്. സോ ഹുവെവർ ഇസ് ലിസ്ണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നെ സംബന്ധിച്ച് ദിഗംബരന് ഗുഡ് നൈറ്റ് ആണ്. നൈറ്റിന്റെ സ്റ്റാർ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് ആണ്. കോടാനുകൂടി നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്ത് നിൽക്കുമ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് എപ്പിസോഡ് അതിൻ്റെ കീഴിരുന്ന് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അതും എല്ലാവരും ഉറങ്ങുന്ന ഈ നിമിഷത്തിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ ഒരു മഹാഭാഗ്യമല്ലേ. ഇത് ഒരുപാട് തവണ ഉണ്ടാവാതിരുന്ന മതിയായിരുന്നു. ഒന്നും പറയണ്ട സുഹൃത്തുക്കളെ. എന്താണ് ഞാൻ ദിഗംബരൻ, ടെൽ മീ ദ സ്റ്റോറി. എന്താണ് സംഭവിച്ചത്? ഇന്ന് നിങ്ങളെ ആരാണ് വെളിയിലാക്കിയത്? വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ചതാണോ?
അല്ല, നമ്മള് ബിഗ് ബോസിന്റെ എപ്പിസോഡ് പറയാനായിട്ടല്ലേ ഇരിക്കുന്നത്. ഈ അതൊന്നും കഥ ആദ്യം പ്രശ്നമല്ല. പറയും. ജനങ്ങൾക്കും എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? പറയൂ. ആ, അതായത് എനിക്ക് തന്നിരിക്കുന്ന ഡെയിലി ടാസ്കിന്റെ ഭാഗമായിട്ട് ഞാൻ എന്നും ചെയ്യാറുള്ള ഒരു കാര്യം, ഇത് ഇന്നും അല്ല, ആഴ്ചയിൽ ഒരു 5 ദിവസം ചെയ്യുന്ന ടാസ്കിന്റെ ഭാഗമായിട്ട് ഞാനത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നതായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും എൻ്റെ പവർ റൂമിന്റെ കീ എൻ്റെ കയ്യിലില്ലായിരുന്നത് കൊണ്ട് എന്നെ ഈ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ എവിക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ വെളിയിലിരിക്കുകയാണ്. ഇനിയിപ്പം ഞാൻ ബിഗ് ബോസിനെ ക്യാമറയിൽ കോളേജ് നോക്കിയിട്ട് ഞാനിങ്ങനെ ബിഗ് ബോസിനോട് പറഞ്ഞു. ബിഗ് ബോസിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. അതായത് മറ്റേ ഹൗസ് മേറ്റ്സിന്റെ ഒന്നും എന്താ, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള മാർഗം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ബോസ് അണ്ണൻ തന്നെ ഒന്ന് നേരിട്ട് ഏഹ്, ഒന്ന് ഇടപെട്ടെന്നോ? വീട്ടിൽ നിന്ന് ഇടപെട്ടിട്ട് അവരെ ആരെങ്കിലും കൊണ്ട് ഈ ഈ ഈ ഹൗസിന്റെ ഡോറൊന്ന് തുറന്നു തന്നാൽ എനിക്ക് എൻ്റെ പവർ റൂമിലേക്ക് പ്രവേശിക്കാമായിരുന്നു എന്ന് ഞാനൊരു മെസ്സേജ് അയച്ചു. പക്ഷെ ബോസ് അണ്ണൻ ചായ കുടിക്കാൻ പോയിരിക്കുന്നു. അതിലേക്ക് കിടന്നുറങ്ങുമായിരിക്കും, പാവം ബോസ് അണ്ണനും ക്ഷീണം കാണുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വീടിന് വെളിയിലാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ഇങ്ങനെ ഈ മരം കൊച്ചുന്ന തണുപ്പിൽ 6 ഡിഗ്രി എന്തോ ആണെന്ന് തോന്നുന്നു പുറത്ത്. നല്ല സുഖമുണ്ട്. അപ്പോൾ അല്ല, ഇതിപ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ കീഴിൽ ഇതിപ്പം നിങ്ങൾക്ക് ഈ സ്പ്രിങ് അല്ലേ? എപ്പിസോഡ്. സ്പ്രിങ് അല്ല, ടെക്നിക്കലി ഇത് വിന്ററിന്റെ എൻഡാണ്. ആ, അപ്പൊ ഒരു ഓക്കെ ഓക്കെ. ഒരു ഒരു 1-2 ദിവസം പിന്നിലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ആ, 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 ആ. ഇതിപ്പം ആ, കാര്യം അന്നേരമൊക്കെ മഞ്ഞ് മൂടിയ ഹിമഗിരി നിരകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം ഒരുമാതിരി എന്താ പുതു പറയുക, വെള്ളை മഴയാണോ? കുഴപ്പമില്ല. വെള്ളൈ മഴ ഇല്ല ഭാഗ്യത്തിന്. വെള്ളൈ മഴയുടെ കൂടെ കുറവുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ വിറയ്ക്കുന്നത് ഇവർക്ക് ഇവിടെ കേൾക്കാൻ തോന്നുന്നു. എന്താണെങ്കിലും ആ, നമുക്ക് ഈ എപ്പിസോഡിലേക്ക് കിടക്കാം. എന്റെ തീർച്ചയായും. കഥ പിന്നീട്. അപ്പം നമുക്ക് എപ്പിസോഡ് 16 തൊട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. 15, അതായത് ലാലേട്ടൻ വന്ന് പോയ എപ്പിസോഡിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത്. അപ്പം നമുക്കിനിയിപ്പോൾ എപ്പിസോഡ് 16 ആണ് നമുക്ക് പറയാനുള്ളത്. എപ്പിസോഡ് 16 ആണെങ്കിൽ എന്താണ്, അപ്സരയും റോക്കിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നീ ഓർക്കുന്നുണ്ടോ? ആ, മറ്റേ റാസ്കറ്റ് വിളി വരുന്നത് അല്ലേ? അതാണെന്ന് ആ, തോന്നുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. എന്തിനായിരുന്നു അത്? അപ്സര ആ സമയത്ത് ക്യാപ്റ്റനാണ്. അപ്പം ക്യാപ്റ്റൻ റോക്കി എന്തോ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ട് തുടങ്ങിയ ഒരു കോൺഫെൻട്രേഷൻ അല്ലേ? ആ, അതെ 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 അതെ. അത് സത്യം പറഞ്ഞാൽ എൻ്റെ വഴക്കിൻ്റെ ഉറവിടം എന്തായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് അവർ അടി തുടങ്ങി. എനിക്കൊന്നു അപ്സര ക്യാപ്റ്റൻ ആയ ആഴ്ചയായിരുന്നോ എന്നറിയത്തില്ല. എന്താണ്, അപ്സര അല്ല, അപ്സര ഇറങ്ങുമായിരുന്നു ക്യാപ്റ്റനായിട്ട്. അപ്പോൾ സിജോ ആണെങ്കിൽ അവിടെ ഇരുന്ന് സിജോ എന്താണെന്ന് അറിയത്തില്ല, ഫുഡ് കൊടുക്കാൻ ഭയങ്കര മടി എന്തോ അതറിയില്ല. അപ്പോൾ ഇവർക്ക് ഫുഡ് കിട്ടിയില്ല ടൈമിന്. ഓ, അപ്പം ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആയി, ആ, അതിന്റെ പേരിൽ എന്തോ എനിക്ക് തോന്നുന്നു മറ്റേ താക്കോലിന്റെ ഇഷ്യൂ കഴിഞ്ഞിട്ടാണ്. കാര്യം ആ, അതെ അതെ അതെ. ഫുഡ് അന്ന് ഉണ്ടാക്കാൻ ലേറ്റ് ആയല്ലോ. ആ, അതെ അതെ അതെ. അതാണ് ആ, അത്. ഓക്കെ ഓക്കെ. ടീമുകളെല്ലാം ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു. അതിൻ്റെ കൂടെ ക്യാപ്റ്റനും മാറാനുള്ള ടൈം ആയിരുന്നു. അപ്പം അപ്സര ഇറങ്ങുകയും സിജോ കയറുകയും ചെയ്യുന്ന ആ ഒരു പ്രത്യേക ഒരു മൊമെന്റിലാണ്, അതായത് ഇതിന് മുമ്പേ സിജോന്റെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണെന്നറിയില്ല, നമ്മളത് മിസ്സായിപ്പോയി. സിജോയുടെ മറ്റേ ഈ ക്യാപ്റ്റൻ ആകാനുള്ള ടാസ്കിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ആ മണൽ അല്ല, കൂമ്പാരത്തേക്കൂടെ അത് കയറി പോകുന്ന സാധനം. ആ, അത് ഈ ആഴ്ചയല്ലേ? ആണോ? അല്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ലാലേട്ടൻ പോകുന്നതിന് മുമ്പ് ക്യാപ്റ്റനെ തീരുമാനിച്ചിട്ടല്ലേ പോകത്തുള്ളൂ. ഈ ഈ ഈ ആഴ്ചയിലെ ക്യാപ്റ്റനെ. ആ, ആ, അന്ന് ആയിരിക്കും. ആ, അങ്ങനെ അന്ന് അങ്ങനെ വല്ലതും. ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു 3 കുഴല് പോലെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് മണൽ നിറച്ച് വെച്ചിരിക്കണം. അപ്പം തുരന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി, അതായത് 3 താക്കോലുണ്ട് ഓരോരുത്തരുടെ. ഇപ്പുറത്തെ സൈഡിലും ഓരോരുത്തർക്കും 3 താക്കോല് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ആ വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് താക്കോല് കണ്ടുപിടിച്ചിട്ട് ഈ മണൽ തുറന്ന് അപ്പുറേ പോയി, അപ്പുറേ ഒരു ലോക്ക് വെച്ചിട്ട് ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ പെട്ടി തുറക്കുന്ന ആള് ജയിക്കും. പക്ഷെ 3 താക്കോലിൽ ഒരു താക്കോലെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന് പോയിട്ട് ആ താക്കോല് വർക്ക് ചെയ്തതിന് തിരിച്ച് ആ വഴി ഇറങ്ങി വന്ന്
പിന്നെയും വെള്ളത്തിൽ തപ്പി താക്കോൽ എടുത്തിട്ട് വീണ്ടും ആ വഴി തിരിച്ചു പോയി ആ പെട്ടി തുറക്കണം. അതിന്റെ അങ്ങനത്തെ ഒരു പ്രത്യേകതരം കണ്ടസ്റ്റൻസ് റോക്കിയും അൻസിബയും പിന്നെ നമ്മുടെ സിജോയായിരുന്നു. അൻസിബ ആണെങ്കിൽ മണലിനകത്ത് സിജോയ. സ്റ്റക്കായി പോയി. ഞാൻ നോക്കിയപ്പോ അതിനകത്ത് സ്റ്റക്കായിട്ട് ആ, സിജോ കൂളായിട്ട് തുറന്ന് കയറി, റോക്കിയും കയറി. പക്ഷെ റോക്കിയുടെ നാക്കോല് ഫിറ്റ് ആയില്ലെന്ന് തോന്നുന്നു. സിജോയുടെ നാക്കോല് ആദ്യം ഫിറ്റ് ആയില്ല, പക്ഷെ സിജോ പിന്നീട് പോയി രണ്ടാമതും വേറെ താക്കോൽ എടുത്തോണ്ട് വന്നു. മൻസിബ അപ്പുറത്തോട്ട് കടക്കുന്നേ ഇല്ലായിരുന്നു. കുറച്ച് അകത്തോട്ട് കയറി കഴിഞ്ഞ് പുള്ളിക്കാരി അവിടെ എനിക്കൊന്നും ഈ മറ്റേ നക്ഷത്രമൂക്കുള്ള മോളുണ്ടല്ലോ, ഈ മണ്ണ് തുറന്നു പോകുന്ന ഒരു സാധനം. യെസ് അതിന്റെ യെസ് മൂക്കൊരു മാതിരി സ്റ്റാർ നോസ്ഡ് മോളാ, അങ്ങനെയാണ് അതിന്റെ പേര്. ഓക്കെ ഓക്കെ. അതിങ്ങനെ തുരക്കും, മണ്ണ് തുറന്നു പോകും. ഇങ്ങനെ മോന്ത വെച്ചിട്ടാണ് അതിങ്ങനെ തുരക്കുന്നത്. അതിന് കയ്യിൽ നഖമൊക്കെ ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ പൊളിച്ചിടും. എന്നാലും അൻസിബയുടെ അവസ്ഥ അതുപോലെയായിരുന്നു. ബാക്കി രണ്ടുപേരും കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട്, അപ്പൊ അൻസിബ മൂക്കുകൊണ്ടാണ് മണ്ണ് വാരാൻ നോക്കി. അതിന്റെ അകത്ത് പുള്ളിക്കാരി കയറി അങ്ങ് ഇടിച്ച് പോയി നിന്നെന്ന് കുറച്ചു തോന്നുന്നു. നേരം കഴിയുമ്പോ നമ്മൾ നോക്കിയപ്പോ സിജോ ഒക്കെ ഓടി എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി അൻസിബ അവിടെ കിടന്ന് ഉറങ്ങുവാണെന്ന് നമുക്ക് തോന്നി, കാരണം അനങ്ങുന്ന പോലും ഇല്ല. എനിക്ക് ശ്വാസം മുട്ടിക്കാണും ചിലപ്പോൾ. ക്ലോസ്ട്രോഫോബിക് തന്നെ ആയിരിക്കും. എന്താണ് വയ്യ പുള്ളിക്കാരിക്ക്, ഒന്നും ചെയ്യാനായിട്ടുള്ള ഇതില്ല. അവളെ മണ്ണിൽ മൂക്ക് കുത്തി അവിടെ അങ്ങ് കിടന്നു പുള്ളിക്കാരി. പിന്നെ എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ ഇറക്കി എടുത്തു. എന്താ ഇറക്കി എടുക്കാൻ രണ്ടു മൂന്ന് പേര് പോകണ്ട വന്നു. ആ അതെ 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 അതെ, അത് പിന്നെ മിക്ക ടാസ്ക് കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ്. അന്ന് അപ്സരയുടെ ടാസ്ക് കഴിഞ്ഞപ്പോഴും അവർക്ക് വയ്യാതായിട്ട് എല്ലാരും വന്നിട്ട് റാപ്പിനകത്ത് നിന്ന് ഇത് വലിച്ചു പറിച്ചെടുക്കുമായിരുന്നു. വയ്യ ഈ കിടന്ന് ഒരയുമല്ലേ പുഴുവിൻ്റെ കൂട്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് വയ്യാതായായിരുന്നു. സോ അപ്പൊ അല്ല, അത് കഴിഞ്ഞിട്ട് അപ്പം പറയുന്നത് ഇങ്ങനെയാണ് സിജോ ജയിച്ചത് ഈ ടാസ്കിൽ. അങ്ങനെ സിജോ ആയിരുന്നു അടുത്ത ക്യാപ്റ്റൻ. അപ്പം എന്താണ് അങ്ങനെ സിജോ പക്ഷെ കേറിയതും ഇല്ല, അതായത് അധികാരം ഏറ്റെടുത്തതും ഇല്ല, അപ്സര ഇറങ്ങിയതും ഇല്ല. അങ്ങനത്തെ എന്തോ ഒരു വൃത്തികെട്ട അവസ്ഥയിലിരിക്കുന്ന സമയത്താണ്. കാര്യം അതല്ല, ലാസ്റ്റ് ദിവസമാണ് അപ്സരയുടെ ലാസ്റ്റ്, അത് ആ ഒരു സമയം എന്തോ ആണ്. അപ്പം നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് സിജോ കയറുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന രീതിയിലാണ്, ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഒക്കെ ഉള്ള രീതിയിലാണെന്ന് തോന്നുന്നു. അതോ ലാലേട്ടന്റെ എപ്പിസോഡിന് മുമ്പത്തേതാണോ? എന്താണ് ഈ എപ്പിസോഡ് അല്ല, ഈ ഇത് ഈ വഴക്ക്. ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഈ 16-ാമത്തെ എപ്പിസോഡ് ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ്. ഓക്കെ ഓക്കെ. അപ്പം അപ്പം എന്താണ് ഇനി അന്നേരം അപ്സര ക്യാപ്റ്റൻ ആയിരുന്നിട്ട് ഇവര് ഇങ്ങനെ ഫുഡ് തരാൻ വൈകി എന്നുള്ളതിന്റെ പേരിലാണെന്ന് തോന്നുന്നു റോക്കി അടി തുടങ്ങിയത്. അപ്സരയുടെ അടുത്ത് വർത്താനം പറഞ്ഞു പിന്നെ റോക്കിയുടെ കാര്യം അറിയാമല്ലോ, കയറി ചെല്ലുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വർത്താനം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്സര ഇങ്ങനെ വീട്ടുകാർ പറഞ്ഞു. അതായത് ആണോ ചേച്ചി കൊണ്ട് തരാട്ടോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞു. റോക്കീനെ എല്ലാവരും ആ വീട്ടിലൊരു കുഞ്ഞുമാവയായിട്ടാണല്ലോ കാണുന്നത്. അപ്പം ചേച്ചി കൊണ്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് പറഞ്ഞു. "ഇപ്പൊ ആരാടി നിന്റെ മോൻ" എന്നും പറഞ്ഞുകൊണ്ട് എന്തോ പറഞ്ഞു. "അത് നിന്റെ വീട്ടിൽ ഇരിക്കുന്നതിനെ പോയി വിളിച്ചാൽ മതി" എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങിയത്. അടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്സര പറഞ്ഞു പോയ പോക്കിൽ റാസ്കൽ എന്നൊരു വിളി വിളിച്ചു. അത് റോക്കി ശരിക്കും അറിഞ്ഞായിരുന്നു, എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവനെ പറഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ മതി, ഇത് മതി എന്നൊക്കെ റോക്കിയും നല്ലോണം പറഞ്ഞു. പക്ഷെ അപ്സര റാസ്കലിന് വിളിച്ചു പോയി അറിയാണ്ട്. ആ ഒരു ഹീറ്റ് ഓഫ് ദി കോൺവെർസേഷൻ റോക്കി എനിക്കറിയത്തില്ല. ഉടനെ അതേ ഞാൻ പിടിച്ചു വേറൊരു തോന്നി. കാര്യം ചോദിക്കട്ടെ? അവരെ എന്തിനാ ഇങ്ങനെ എല്ലാവരും കൂടെ ക്രൂശിക്കുന്നത്? ഇത് ആക്ച്വലി ഈ റാസ്കൽ വിളി നമ്മൾ ബാക്കി കൂടെ കണ്ടതുകൊണ്ട് ഞാൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയാണ്. ഇല്ല, ഇവരിങ്ങനെ റാസ്കൽ എന്ന് വിളിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള എപ്പിസോഡ്സിൽ അവരതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് അവരെ നോമിനേറ്റ് വരെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ഈ ഋഷി ആണെങ്കിൽ എന്തോ അവനെ എന്താണ്ട് നോമിനേറ്റ് ചെയ്യുവോ എന്താണ്ട് ചെയ്തു. മറ്റേ ആദ്യത്തെ ഇവർ പവർ റൂമിലുണ്ടായിരുന്ന സമയത്ത്, ജബ്രി പവർ റൂമിലുണ്ടായിരുന്ന സമയത്ത് ഋഷിയെ ഓപ്പൺ നോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു അടി നടന്നായിരുന്നല്ലോ. ആ സമയത്ത് എന്താണ് ഋഷിയെ ഓപ്പൺ നോമിനേറ്റ് ചെയ്തത് കൊണ്ട്, അല്ല ചെയ്യാൻ ഇവര് തുനിഞ്ഞത് കൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് അജിറ്റേറ്റഡ് ആവുകയും അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് കൂവുകയും മൂക്ക് ഒലിപ്പിച്ച് അവിടെ പണ്ടാരം അടങ്ങി ഓടി നടക്കുന്ന സമയത്ത് ഇവൻ നല്ല തെറി പറഞ്ഞിട്ടുണ്ട് അവിടെ. കാരണം മ്യൂട്ട് ചെയ്തായിരുന്നു ബിഗ് ബോസ് വിട്ടോണ്ടിരുന്നത്. ആ തെറിക്കൊന്നും കുഴപ്പമില്ലേ? ഈ അല്ല, അത് റാസ്കൽ പറയുകയാണോ കുഴപ്പം?
ഋഷി മാത്രമല്ല അവിടെ അല്ല, ഞാൻ ഇപ്പം എക്സാമ്പിൾ സുരേഷ്. ആയിട്ട് ഒരാളെ പറഞ്ഞതാ, ആ മനസ്സിലായോ? ഒരു അതെ അതെ ഇൻസിഡന്റ് അതെ അതെ. ആയിട്ട് പറഞ്ഞതാ. പിന്നെ റാസ്കലിനേക്കാളും റാസ്കൽ മ്യൂട്ട് ചെയ്യാതെയാണ് നമ്മൾ കേട്ടത്. ഉം. മ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള തെറികൾ അവിടെ തെറികളുണ്ട്. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അപ്സരയ്ക്കെതിരെ ഒരു പറയാനായിട്ടൊരു കാരണം എന്നുള്ള രീതിയിലാണ് ഇത്രയും നാളായിട്ട് അത് റാസ്കലിന്റെ പേരിൽ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നു, അല്ലാണ്ട് ഇത് ചെയ്യുന്നു, ലാലേട്ടന്റെ മുമ്പിൽ പറയുന്നു, അങ്ങനെയൊക്കെ കുറെ ഈ കഴിഞ്ഞ ഒരാഴ്ചയും കൂടെ അത് കണ്ടിന്യൂ ആയെന്നാണ് എൻ്റെ അറിവ്. കൊള്ളാം എന്താണേലും. അപ്പൊ അത് അപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ അടിയാണ്. അതിനുശേഷം റോക്കിയല്ലേ അത് ശരിക്കും കുഞ്ഞിനെ പോലെ കാണുന്നു എന്ന് പറയുന്നത്, ലിറ്ററലി പുള്ളി ഒരു കുഞ്ഞാണ്. അതിനുശേഷം പുള്ളി നിരാഹാരം കിടക്കുന്നു. നിരാഹാരം കിടന്നിട്ട് പിന്നെ റോക്കിയുടെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ആ പുള്ളിക്കാരി ചോദിച്ചു, എന്താണ് എന്തിനാ എൻ്റെ ഭർത്താവിനെ പറഞ്ഞേ എന്ന് ചോദിച്ചു. അപ്പൊ റോക്കി പറയുന്നു, പിന്നെ ഭർത്താവിനെ ഭർത്താവ് എന്നല്ലാതെ കർത്താവ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ അതെ അതെ. എനിക്കൊരു സ്റ്റാൻഡിങ്ങേ ഉള്ളൂ. എന്തായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ്. എന്തോ അങ്ങനെ എന്തോ അല്ലേ? അത് നമ്മുടെ സുരേഷ് താത്തയുടെ ഡയലോഗ് അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു. ആ, അണ്ടർസ്റ്റാൻഡിങ്. റോക്കി വേറെന്താ പറഞ്ഞു? എന്റെ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അല്ലെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു. എന്താണെങ്കിലും അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താ ഈ അടി അപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ടായിരുന്നു സിജോയിന് ഇടി കിട്ടിയത്. ഇവരുടെ അടുത്തുനിന്ന് അങ്ങ് തുടങ്ങിയിട്ട് പിന്നെ അത് സിജോയുമായിട്ടുള്ള ഇത് വന്നു. കാര്യം സിജോ ആയിരുന്നല്ലോ മറ്റേ ക്യാപ്റ്റൻ. ഇതിന്റെ ക്യാപ്റ്റനായി മാറിയല്ലോ. അപ്പം പിന്നെ ക്യാപ്റ്റനുമായിട്ടുള്ള വഴക്ക് അതെങ്ങനെയാ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് സിജോയുടെ അടുത്ത് അത് ഈ എപ്പിസോഡ് തന്നെയാണോ അതോ അടുത്ത എപ്പിസോഡാണോ? അതാ ഞാൻ ഓർത്തത്. എനിക്ക് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. കാരണം അതായത് ഈ എപ്പിസോഡിൽ പരന്ന് കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ അടുത്ത എപ്പിസോഡിലോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ എപ്പിസോഡിലാണ് അടി തുടങ്ങിയത് എന്താണേലും. കാരണം ഇവരിവിടെ വന്നിട്ട് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പവർ ടീമിനോടും ക്യാപ്റ്റനോടും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ ഇവൻ കംപ്ലൈൻറ്റ് പറയും, ഫുഡ് കൊടുത്തില്ല, ഞങ്ങൾ പട്ടിണിയായിരുന്നു എന്നുള്ള രീതിയിൽ സിജോനോട് പറയും. അപ്പം എന്താണ് അപ്സര റാസ്കൽ എന്ന് വിളിച്ച കാര്യവും മറ്റേ പുള്ളിയോട് സോറി പറയണം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ടാൻട്രം ഉണ്ടാക്കും. നമ്മുടെ റോക്കി ബൈ പുള്ളിയെ റാസ്കൽ എന്ന് വിളിച്ചു എന്ന് പറയും. അപ്പം അപ്സര പറയും, ഞാൻ സോറി പറയത്തില്ല, എൻ്റെ വീട്ടുകാരെ വിളിച്ചതാണ്, ഞാൻ സോറി പറയത്തില്ല എന്ന് പറഞ്ഞ് അപ്സര ഓപ്പോസിറ്റ് സൈഡിൽ. അങ്ങനെയുള്ള ഒരു അടി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് എന്താണേലും ഈ എപ്പിസോഡിൽ. അപ്പം അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ സിജോയുമായിട്ടുള്ള വഴക്ക് വരുന്നതെന്ന് തോന്നുന്നു. അതും ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു. അത് തുടങ്ങി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ലാലേട്ടന്റെ മുമ്പില് ബിഗ് ബോസ് ഹൗസിൽ സമരം ചെയ്യാനായിട്ടുള്ള ഇത് ക്രെഡിറ്റ് സിജോ എടുത്തു, എന്റെ ക്രെഡിറ്റ് എടുത്തിട്ട് നീ ഇങ്ങനെ ആളാവണ്ട എന്നുള്ള രീതി പറഞ്ഞു തുടങ്ങിയതാണ്. അതാ ഫൈറ്റ് ആദ്യം ഒന്ന് ഒരു മൂർച്ഛിച്ച് വന്നപ്പോഴേ ഈ രശ്മിനും ജിൻഡോയും ഒക്കെ ഇടപെട്ട് അത് മാറ്റാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അടങ്ങി വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇതിങ്ങനെ പറഞ്ഞു വീണ്ടും വന്നു. പക്ഷെ ആ സമയത്ത് ജിൻഡോ ഒക്കെ കഴിക്കാൻ പോയി. രശ്മിൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. 2-3 പേര് അവിടെ ഉണ്ടായിരുന്നു. യമുനയും ജാസ്മിനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. ജാസ്മിന് ശരണ്യോ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ശരണ്യയും യമുനയും ശ്രീതുവും അങ്ങനെ ആരൊക്കെയോ ഉണ്ടായിരുന്നു സൈഡിലായിട്ട്. ജാസ്മിനും ജാൻമണിയും ഗബ്രിയും ശരണ്യയും ആയിരുന്നു ആ സ്ഥലത്തുള്ളത്. ശരണ്യ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവരവിടെ പരിസരത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ അടുത്തുനിന്ന് ഒരു ഒരു 5 അടി 6 അടി അപ്പുറത്ത് നിൽക്കുന്ന രീതി, തൊട്ടടുത്ത് അങ്ങനെ തൊട്ട് പിന്നെ പുറകിലല്ല, എന്നാലും ഒരു ഇച്ചിരി ദൂരത്ത് അവർക്കൊന്ന് അടുത്തോട്ട് വരാവുന്ന രീതിയിൽ അവരെല്ലാം നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നിന്നോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് റോക്കീനെ സിജോ മറ്റേ കുണുവാവയെന്ന് കുഞ്ഞുവാവയെന്ന് വിളിച്ചു. അപ്പം റോക്കി ആരാടാ കുഞ്ഞുവാവ നീ വിളിച്ചു കഴിഞ്ഞാൽ നീ അപ്പൊ ഇങ്ങനെ ഈ കുണുവാവയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളിയുടെ സിജോ ഇങ്ങനെ റോക്കിയുടെ താടിയിൽ ഇങ്ങനെ കൊഞ്ചിക്കുന്നു. അപ്പൊ കുണുവാവയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ എന്നെ ഒന്നുകൂടെ അപ്പൊ താടിയെന്ന് ഇങ്ങനെ പുള്ളിയും താടിയിൽ പോയി പിടിച്ചു. എന്നിട്ട് പിന്നെ പുള്ളി നീ എന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇടിക്കും, നീ തൊട്ട് നോക്ക്, ആണാണെങ്കിൽ തൊടറാന്നൊക്കെ പറഞ്ഞത്.
തൊടറാന്ന് പറഞ്ഞു കഴിയുമ്പോ ഓ തൊട്ടാതി മോൻ എന്ത് ചെയ്യുന്നേ എന്നത്. സിജോ കഷ്ടമുണ്ട്. സിജോ അതൊരുമാതിരി വിചാരിച്ച് കാണത്തില്ല ഇടി കിട്ടുമെന്ന്. ആരെങ്കിലും വിചാരിക്കോ ബിഗ് ബോസിന്റെ അകത്ത് ഇടി കിട്ടുമെന്ന്? പുള്ളി അല്ല അങ്ങ് തൊട്ട്. നമുക്ക് പുള്ളിക്ക് നോക്കുമ്പം ട്രിഗർ ഉറക്കമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന ആക്ട് ചെയ്തു. രീതിയിലാണെന്ന്. പക്ഷെ ഗബ്രി ട്രിഗർ ചെയ്യുന്ന പോലെ ഒരു അഗ്രസീവ് ട്രിഗർ അല്ല പുള്ളി. ഒരുമാതിരി ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അത്രേ ഉള്ളൂ, അത്രേ സർക്കാസ്റ്റിക് ഉള്ളൂ. ആയിട്ടുള്ള ഒരു മയത്തിലാണ് പുള്ളി അതെ, പറയുന്നത്. അതെ. എന്നിട്ട് തൊടർ തൊട്ട് കഴിഞ്ഞ് ഇടിക്കുമെന്ന് പറയുമ്പോൾ റോക്കിയുടെ പുറത്ത് ഇങ്ങനെ പതിയെ ഒന്ന് ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ. അങ്ങനെ ഉള്ളു ജസ്റ്റ് ഒന്ന് കൈ ചെറിയൊരു ഇങ്ങനെ ഒന്ന് പാറ്റൽ. വെച്ചതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ വെച്ചപ്പോഴേക്കും റോക്കി ഭായി ആഞ്ഞൊരു ഇടി. ഇടി കിട്ടിയ സിജോ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇടി കിട്ടുമെന്നുള്ളത്. പുള്ളി ഒരു നിമിഷത്തേക്ക് അങ്ങ് കട്ടായി പോയി. അപ്പോഴത്തേക്കും അവരെല്ലാം ഓടി വന്നു, പിന്നെ പിടിച്ചു മാറ്റുന്നു. സിജോയ്ക്ക് അന്നേരം വലിയ കുഴപ്പമില്ലായിരുന്നു. അന്നേരം ഇങ്ങനെ അങ്ങനെ കൊന്ന് ഐസ് ഷോക്കായി. പാക്ക് പക്ഷെ ഒക്കെ കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ് പാക്ക് ഒക്കെ കൊണ്ട് കൊടുത്തു. ശരണ്യൊക്കെ അന്നേരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സിജോയുടെ അടുത്ത് വരികയും ഇങ്ങനെ ഐസ് പാക്ക് ഒക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഐസ് പാക്ക് ഒക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഇതില് പുള്ളി പിന്നെ നോക്കിയപ്പോൾ ചെറുതായിട്ട് നീര് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം. പുള്ളിക്ക് അതെ, അതെ. ഫുഡ് ഇറക്കാൻ പറ്റുന്നില്ല, ഉമിനീര് ഇറക്കാൻ പറ്റില്ല. അപ്പം അവിടെ കിടക്കുമായിരുന്നു പുള്ളി ബെഡിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബിഗ് ബോസ് ഈ ഇടി കിട്ടിയ സമയത്ത് തന്നെ ബിഗ് ബോസ് വിളിപ്പിച്ചു ആ രണ്ടുപേരെയും അല്ലേ, റോക്കി അല്ല, അകത്തേക്ക് റോക്കി വിളിപ്പിച്ചു. അന്നേരം തന്നെ വിളിപ്പിച്ചായിരുന്നു. സിജോനെ വിളിപ്പിച്ചു. പക്ഷെ റോക്കിയെ ഉടനെ തന്നെ വിളിപ്പിച്ച് അതുവഴി ബാക്ക് വഴി അങ്ങ് പറഞ്ഞു വിട്ടു, നീ ഇനി ഇവിടെ ആ നിൽക്കണ്ട. റോ ആ റോക്കീനെ അന്നേരം തന്നെ വിളിപ്പിച്ചു. അന്നേരം റോക്കീനെ വിളിപ്പിച്ചപ്പോൾ തന്നെ റോക്കി ഞാൻ പോവാടാ എന്നൊക്കെ അവരോടൊക്കെ അർജുനോടും ഈ ഋഷിയോടൊക്കെ. ഉം. ഋഷിയാണെങ്കിൽ വന്നിട്ട് ഇരുന്ന് കരയുക. ഒരുമാതിരി അവൻ ഇടി കിട്ടിയ പോലെയാണ് അവൻ ഇരുന്ന് കരയുന്നത്. എന്തുവാ എന്ത് നിങ്ങൾ ഈ കാണിച്ചത്, നിങ്ങളെന്ത് മണ്ടത്തരമാണ് കാണിച്ചെന്നൊക്കെയുള്ള രീതി അവൻ ഇരുന്ന് പോകുന്നു. അല്ല, അവന് പിന്നെ മറ്റവരും കരയാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്ക് കാരണമുണ്ടെന്ന് പറയത്തില്ല, അതുപോലെയല്ല ഋഷിക്ക് കരയാൻ കാരണമേ വേണ്ട, വെറുതെ കരയും ഒരു കാര്യം. ഇത് ചില സമയത്ത് പുള്ളിയുടെ മുഖം കാണുമ്പോൾ ഇവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തിന് അവനിരുന്ന് കരയുന്ന പോലത്തെ ഒരു മുഖഭാവമാണ് പുള്ളിക്ക്. കരയുവാണോ ലാലേട്ടൻ്റെ എപ്പിസോഡുകളിലൊക്കെ നോക്കിയാലേ കാണാം അതുപോലെ പുള്ളി ഇങ്ങനെ ഇപ്പൊ കരയുന്നുള്ള അവസ്ഥയിലാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പുള്ളി. ഞാൻ അവൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പുള്ളി ഇങ്ങനെ ഇങ്ങനെ അധികം ഇമോഷണൽ ആവുന്ന ഒരു ഗെയിമാണോ? കാര്യം ആൾക്കാരും എന്നെ നോമിനേറ്റ് ചെയ്തത്, എന്നെ ഇതിലേ വരരുത് എന്നുള്ള ഇങ്ങനൊരു ഒരു ഗെയിം എന്നുള്ള രീതിയിലാണോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ചിലപ്പോൾ ആയിരിക്കത്തില്ല, അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും. വില്ലന്റെ കോമഡിയാണ്. കാര്യം പുള്ളി കരയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഏഹ്, ഒരുമാതിരി വല്ലാതെ അങ്ങോട്ട് പാനിക്കൊക്കെ ആയിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലോട്ടൊക്കെയാണ് അന്ന് മറ്റേ ജാസ്മിൻ്റെ ഇഷ്യൂല് കരഞ്ഞപ്പോൾ ഒരുമാതിരി ഭീകരാവസ്ഥയായിരുന്നു. അപ്പം അറിയില്ല, മേ ബി അവൻ്റെ ക്യാരക്ടർ ആയിരിക്കാം. എന്താണേലും അപ്പൊ റോക്കി ബായിനെ അങ്ങനെ ബിഗ് ബോസ് പിടിപ്പിക്കുന്നു. അകത്ത് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ റോക്കി ബായുടെ മാസം എല്ലാം പോയി. റോക്കി ബായ് ഇരുന്ന് പോകും എന്നും പറഞ്ഞുകൊണ്ട് റോക്കി ബായ് ഇരുന്ന് ഞാൻ കരയും. ആദ്യം തൊട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, കരഞ്ഞ് ഞാനൊന്നും അങ്ങ് ചെയ്തില്ല. ഒഴുകുക അങ്ങനത്തെ ദൈവമേ. ആ എന്റെ ജീവിതത്തിൽ ഞാനൊന്നും അങ്ങനെ കരഞ്ഞിട്ടില്ല. ദേ ഇപ്പൊ ദേ വെളിയിൽ കിടന്നിട്ട് പോലും ഞാൻ കരയുന്നുണ്ടോ? എന്റെ എന്റെ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായിട്ട് പോലും ഞാൻ ഇങ്ങനെ കരയുന്നുണ്ട്. എവിക്റ്റായതല്ല, ഇപ്പം ഒരു ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ തുറക്കുമായിരിക്കും. എന്താണ് അപ്പം ഈ ഇങ്ങനെ കിടന്ന് പോകുന്നു. ഇപ്പൊ പുള്ളിയാണ് കിടന്ന് കരഞ്ഞ് മെഴുകി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം. കാര്യം റോക്കിക്ക് ഒട്ടും കൺട്രോൾ ഉണ്ട് എന്ന് റോക്കി അവകാശപ്പെടുന്നുണ്ടെങ്കിലും എനിക്ക് പല ഘട്ടത്തിലും ഇപ്പൊ റോക്കി വയലന്റ് ആവുന്നുള്ള സാഹചര്യത്തിൽ നിന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. എന്താ പറയുന്നത്, അങ്ങോട്ട് കയറി ചെല്ലുക, ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക. അല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു എന്താ പറയുന്ന ഒരു നമുക്കങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് മൈനസുകൾ റോക്കിക്കുണ്ട്. അതാണ് റോക്കിയുടെ പ്രശ്നം. അതൊന്ന് കണ്ട് ശ്രദ്ധിച്ച് നിന്നിരുന്നെങ്കിൽ റോക്കി പിന്നെ നിന്ന് പോയേനെ. ആദ്യമൊക്കെ റോക്കിയുടെ വാക്കുകളായിരുന്നു പ്രശ്നം. അതായത് ചില ഡയലോഗുകളൊക്കെ ഇച്ചിരി കടുത്ത ഇതൊക്കെ സ്ട്രോങ് ആയിരുന്നു. ആയിരുന്നു. ആ പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുന്നതായി പ്രശ്നം. പിന്നെ ഇപ്പൊ ദാണ്ട ഇപ്പൊ ഫിസിക്കൽ ഇതില് നമ്മുടെ ജിൻഡോണന്റെ ഭാഷ പറഞ്ഞു ഫിസിക്കൽ അസാസിനേഷൻ അത് എന്തോ പറഞ്ഞിരുന്നുണ്ട്.
എനിക്ക് ഓർമ്മയില്ല. സിസ്- ആ, ജിൻഡോണിനെ എല്ലാരും ഇപ്പഴും അതായത് അല്ലാതെയും പൊതുവെ ഇങ്ങനൊരു പുള്ളിക്കൊരു മണ്ടൻ പട്ടം നമ്മുടെ ബിഗ് ബോസ് തന്നെ എന്താണ് ചാർത്തി കൊടുത്തായിരുന്നു. ബട്ട് അല്ലാതെ തന്നെ പുള്ളിക്കാരനെ പൊതുവെ ഒരു മണ്ടനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ജിൻഡോ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ ഇതൊന്നും ഇല്ല. അല്ല പക്ഷെ എനിക്കിപ്പോ അങ്ങനത്തെ ഒരു നിഷ്കളങ്കത ജിൻഡോയ്ക്ക് ചാർത്തി കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം ജിൻഡോയുടെ തുടർന്നുള്ള എപ്പിസോഡുകളിലെ ജിൻഡോയുടെ പെരുമാറ്റവും ആ, അതെ വായെടുത്ത അതെ. വൃത്തികേടാവരുത്. നുണയെ പറയുള്ളൂ. നുണയും പറയും, ഇമാതിരി ഓരോരോ ഡയലോഗും ഉണ്ട്. എനിക്ക് ഈ ഡയലോഗിന്റെ കാര്യത്തിൽ പിന്നെ ഒരു വിഷയമുള്ളത് ഈ ഗബ്രി അതുപോലെ തന്നെ. അവനും അവൻ പറയുന്നതൊക്കെ ഒരുമാതിരി എല്ലാം ഒരുമാതിരി റോങ് ആയിട്ടുള്ള രീതിയിൽ അവൻ അജിറ്റേറ്റ് ചെയ്യുന്നത്. അവനും എപ്പോഴേലും പണി കിട്ടുമെന്നുള്ള രീതി ഈ ആഴ്ച എന്തോ പണി കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ വന്നിട്ട് എന്തോ വയർ നിറച്ച് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും. ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞു. അപ്പം റോക്കി ബായ് അങ്ങനെ അന്നേരം തന്നെ പുറത്തുപോയി. റോക്കി ബായിന്റെ വാതിൽ തുറന്ന് ഹൗസ് മേറ്റ്സിനൊന്നും കാണിച്ചില്ല. അല്ലെങ്കിലും ബിഗ് ബോസിൽ അങ്ങനെയാണ്. ഇതുപോലെ ഞാൻ തമിഴില് ശരവണൻ എന്ന് പറഞ്ഞ പുള്ളി ഇതുപോലെ ഒരു ദിവസം പുള്ളി ഇത്രയൊന്നും ചെയ്തില്ല. പുള്ളി പണ്ടെങ്ങാണ്ട് ചെയ്ത എന്തോ കാര്യത്തെ പറ്റിയിട്ട് എന്തോ പറഞ്ഞു, എന്തോ പെണ്ണുങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ്, അതും ഇത്ര ഭയങ്കര ഭീകരമായിട്ടുള്ള ഇതായി അല്ല, പക്ഷെ എന്നാലും ഇച്ചിരി പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ പണ്ട് ചെയ്തതിനെ പറ്റിയാണ് പുള്ളി അത് പറഞ്ഞത്. പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അതായത് അന്ന് എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു, ഇപ്പം അങ്ങനെ അല്ല എന്നുള്ളൊരു, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലിപ്പം ഞാൻ ഖേദിക്കുന്നു എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് എന്തോ ആണ്. പക്ഷെ അതിന്റെ പേരിൽ പുറത്ത് ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള ഇതില് അവര് പുള്ളീനെ ഇതുപോലെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് അതുവഴി ഓടിച്ചു വിട്ടു. ഹൗസ് മേറ്റ്സ് ആരും അറിഞ്ഞു പോലും ഇല്ല അയാൾ പോയത്. കാര്യം ബിഗ് ബോസ് പക്ഷേ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞ സാധാരണ ഗതി വിളിക്കുന്ന പോലെ വിളിച്ചതാണ്. പക്ഷെ ശരിക്കും റോക്കിയുടെ ഇതിന് ആയിരുന്നു. ഉം. തക്കതായ കാരണമുണ്ട്. കാര്യം സിജോടെ മോന്ത കാണുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഭീകരാവസ്ഥ അങ്ങോട്ട് മനസ്സിലാവും നമുക്ക്. അതെ അതെ അതെ. അല്ല എന്താണേലും ആ പിന്നെ മുഖം വെച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമുക്ക് ഇതുണ്ടായിരുന്നു. അതായത് നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള നോമിനേഷൻ്റെ ഇത് ലിസ്റ്റ് കൊടുക്കാൻ വോട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു കണ്ടസ്റ്റൻസിന്. അപ്പം അതിനകത്തിൽ നമ്മുടെ അർജുൻ കൊച്ചിനെ ഓപ്പൺ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഒന്ന് എന്താണ് നമ്മുടെ പാലെടുത്ത് കുടിച്ചു, യമുന ചേച്ചിക്ക് എതിരെ എന്താണ് എന്തോ ആക്ഷൻ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാണ്. നമ്മുടെ എന്തോ ജിൻഡോ അശ്ലീല ആക്ഷൻ കാണിച്ചു എന്നുള്ള രീതിയിൽ എന്തോ ആണ്. ജിൻഡോയും രശ്മിനും ആണ് ഇപ്പം നിലവിൽ പവർ ടീമിലുള്ളത്. അപ്പൊ അവരാണ് നോമിനേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അവരാണ് നോമിനേറ്റ് ചെയ്തത്, മറ്റവർ തന്നെയായിരുന്നു. അല്ല ഇവരെ നോമിനേറ്റ് ചെയ്ത്. ഇവരാ നോമിനേറ്റ് ചെയ്തത്. ഇവരാണ് നോമിനേറ്റ് ചെയ്തത് അല്ലേ? എന്നിട്ട് ഈ ആഴ്ച അല്ലല്ലല്ലല്ല. അല്ല എനിക്ക് മറ്റവരാണ്. ആ, മറ്റവരാ നോമിനേറ്റ് ഇവർ ചെയ്തത്. ഇവര് കേറുന്നതേ ഉള്ളൂ. കേറിയില്ല. ആ, ആ, അതെ അതെ. കേറുന്ന. അപ്പൊ അവരാണ് അർജുനെ ഓപ്പൺ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയണ്ടല്ലോ, ജബ്രി ഇഷ്യൂ കാരണം ഗബ്രിക്ക് 10 വോട്ട്, ജാസ്മിൻ 7 വോട്ട്, പിന്നെ മുകളിലുള്ളത് പിന്നെ ജാൻമണിയും എന്താ യമുന റാണിക്ക് 3 വോട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജാൻമണി ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ജബ്രിയും പിന്നെ പ്ലസ് രശ്മിൻ ബായി ഒരു ട്രിയോ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവരൊരു ട്രിനിറ്റിയാണ്. ആ, അപ്പൊ അവരാണ് നമ്മുടെ ജാൻമണിക്ക് വോട്ട് ചെയ്തത്. അതായത് അവര് തമ്മിൽ എന്തോ ഒരു ക്ലാഷ് ഉണ്ട്. ഈ ഗബ്രിയും ജാൻമണിയായിട്ടാണ് പ്രശ്നം അല്ലേ? ഐസ്ക്രീമിന്റെ ജാസ്മിനായിട്ട് ഇഷ്യൂ. ആ ഐസ്ക്രീമിന്റെ ഇഷ്യൂ. പക്ഷേ എന്താണേലും ഇവര് മൂന്നുപേരും ജാൻമണിക്ക് വോട്ട് ചെയ്തു. ജാൻമണി ഫേക്ക് ആണെന്ന് എന്താണ്ടും പറയുന്നുണ്ട്. പിന്നെ യമുന ചേച്ചിക്ക് വോട്ട് ചെയ്തത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. യമുന ചേച്ചി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുകയാണ്. ഒന്നും അമ്മായി ചെയ്യുന്നില്ല യമുന കളിക്കാണെന്നൊക്കെ ചേച്ചി. പറഞ്ഞു. പിന്നെ 2 വോട്ടോടെ അൻസിബ നോറ ഉണ്ടായിരുന്നു. പിന്നെ ഇൻവിസിബിൾ ശ്രീതു 1 വോട്ടോടെ എവിക്ഷൻ പ്രോസസ്സിലേക്ക് കയറിയില്ല. ഐ മീൻ എവിക്ഷൻ അല്ല, എന്താണ് ഇത്, ഇതിന്റെ വോട്ടിംഗ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലേക്ക് കയറിയില്ല. പുള്ളിക്കാരിക്ക് 1 വോട്ടേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട്. പക്ഷെ ഞങ്ങൾ അന്നേരം പറഞ്ഞു, ഈ സത്യം പറഞ്ഞ ഈ ശ്രീധുവിനെയൊക്കെ എന്താണ് നമ്മൾ എവിക്ഷനിലേക്ക് ഇങ്ങനത്തെ ഒരു നോമിനേഷനിലേക്ക് കയറ്റി വിട്ടാലേ പുള്ളിക്കാരി ഒന്ന് അനങ്ങത്തുള്ളൂ എന്ന് ഞങ്ങൾ അന്നേരം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. യെസ്. പക്ഷെ പിന്നെ ശ്രീതു ഇപ്പൊ കേറി വരുന്നുണ്ടെന്നാണ് കേട്ടത്, അറിയില്ല.
എൻ്റെ ബാക്കിയും കൂടെ നാട്ടുകാരും കാണുമ്പോൾ വീട്ടുകാരൊക്കെ ഒരുപോലെ ശബ്ദത്തിൽ പറയുന്നൊരു കാര്യം നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. നമ്മുടെ ജാൻമണിയുടെ വർത്തമാന ശൃംഖലയിട്ട ഒരു മഹാസാഗരം. അതിനെപ്പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ഈ എപ്പിസോഡിൽ നിന്ന് അൺകൊണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോന്ന് ഞാൻ അറിയില്ല. കണ്ടുപോയി. എനിക്ക് അറിയാൻ വയ്യ. പുള്ളിക്കാരിയുടെ ഡീകോഡ് ചെയ്യാൻ ഞങ്ങൾ ഇരിക്കാറുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 5 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മതിയായതുകൊണ്ട് പിന്നെ ഞങ്ങളിപ്പം അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഞങ്ങൾ ഡീകോഡ് ചെയ്യാതെ ഞങ്ങളതിനെ സർപ്പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. അല്ല, ജാൻമണി ഇപ്പം ക്യൂട്ട്നെസ്സിൽ നിന്ന് മാറിയിട്ട് ശാപവാക്കുകളൊക്കെ പൊഴിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും. അതും ആൾക്കാർക്ക് അവിടെ ഉള്ളവർക്ക് എന്തോ ഒരു ജാൻമണീനെ എന്തോ ഒരു പേടിയുണ്ട്. ഒന്നാമത് പുള്ളിക്കാരിയുടെ കണക്ഷൻസ് വെച്ച് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരിയുടെ ആ ഒരു ജെൻഡറിന്റെ ഇതും ആ ഒരു ഐഡന്റിറ്റിയും, പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ശപിച്ചു കഴിഞ്ഞാൽ അത് ഏക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഓ ഓ ഓക്കെ. അതും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ജാൻമണി ഇങ്ങനെ ശാപവാക്കുകളൊക്കെ പറയുമ്പോൾ അൻസിബയൊക്കെ അങ്ങനെ പറയരുത് ജാനു എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇവരെന്താണ്, ഇവരാരും ജാൻമണിക്കെതിരെ ഗെയിം കളിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീരേഖ എന്തോ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ആ അടുത്ത ആഴ്ചയുടെ അല്ലെങ്കിൽ ഈ അടുത്ത എപ്പിസോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇതിലെന്തോ ഗബ്രിക്കെതിരെ ഏതാണ്ട് പുള്ളിക്കാരി ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് പോയിട്ട് സിഗരറ്റ് വലിക്കാൻ പോവുകയും അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഗബറി 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 എന്നാണ് വിളിക്കുന്നത്. ഗബറീനെ ഞാൻ കാണിച്ചു കൊടുക്കും, പുറത്തിറങ്ങി അവന്റെ ലൈഫ് ഇല്ലാണ്ടാക്കുമെന്ന് അത് ഇല്ലാതാക്കുന്നൊക്കെ. പറഞ്ഞായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഇവളോട് ചോദിക്കുകയും ചെയ്തു, പുറത്തിറങ്ങിയിട്ട് ഇവരെങ്ങനെ ലൈഫ് ഇല്ലാണ്ടാക്കുന്നത്? ഇവരതിന് എന്താ പറയുന്നത്, സിനിമ കണ്ടുപിടിച്ച മുഴുവൻ ഇവരൊന്നും അല്ലല്ലോ, ഇവരതിന് അല്ല, ഒരു മേക്കപ്പ് അവർക്ക് ആർട്ടിസ്റ്റ് ആണ് ചെയ്യാൻ എന്നുള്ള പറ്റുന്നതെന്ന് പറയുന്നത് ജെൻഡർ കാർഡ് എടുക്കുക ജെൻഡർ. എന്നുള്ളതാണ്. അത് പറയുകയും ചെയ്തു പുള്ളിക്കാരി. അതായത് അവൻ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ എതിരെ അവനൊന്നും പറയില്ല, എനിക്ക് നേരെയാണ് വരുന്നത് എന്നുള്ള ആ, രീതിയിൽ. അതായത് അങ്ങനെ എൻ്റെ പറഞ്ഞപ്പോൾ കമ്മ്യൂണിറ്റിയും കൂടിയിരുന്നവരെല്ലാരും ടാർഗറ്റ് പറഞ്ഞു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ അത് പറയരുത്. അനാവശ്യമായിട്ടുള്ള ടോക്കാണെന്നുള്ള കാര്യം പറഞ്ഞു. രശ്മിനൊക്കെ പറഞ്ഞു അത് ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് പോരുതെന്നുള്ള രീതിയിൽ. യെസ്. അപ്പോൾ അങ്ങനെ ജന്മനി ആ ഇപ്പം ഇച്ചിരി എപ്പിസോഡ് പ്രശ്നമാണ്. ആ നോമിനേഷനോടെ അങ്ങ് എൻഡ് ചെയ്യാണ്. നിനക്ക് വല്ലതും പറയാനുണ്ടോ? കണ്ടിന്യൂ ചെയ്യാനുണ്ടായിരുന്നു. സോറി, ഞാൻ കേട്ടില്ല. ഇല്ലില്ല. ടിക്കറ്റായിപ്പോയി. ഓക്കെ. അപ്പം അതോടെ ആ എപ്പിസോഡ് 16ാമത്തെ എപ്പിസോഡ് അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. ആ ഒരു നോമിനേഷൻ പട്ടികയോടെ എൻഡ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ നമുക്ക് എപ്പിസോഡ് 17, ഈ എപ്പിസോഡ് ഒരു പ്രത്യേക എപ്പിസോഡാണ്. കാരണം ഈ എപ്പിസോഡിൽ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രിയിൽ, അതായത് ഇതിൻ്റെ ലൈവിലായിരിക്കും നടന്നത്, അത് നമ്മളെ കാണിക്കുന്നില്ല. ലൈവില് അതായത് നേരത്തെയും ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജബ്രി കൂട്ടുകെട്ടിൽ, അതായത് ജാസ്മിൻ പവർ ടീമിൽ അല്ലായിരുന്ന സമയത്ത്, നെസ്റ്റിലായിരുന്നു തോന്നുന്നു പുള്ളിക്കാരി. അപ്പം ആ സമയത്ത് ജബ്രിയിലെ ഗബ്രി പവർ ടീമിൽ നിന്ന് ഇറങ്ങി പുള്ളിക്കാരിയുടെ കട്ടിലിന് അപ്പുറത്ത് അതായത് നെസ്റ്റ് പവർ റൂമിൽ നിന്ന് ഇറങ്ങി മുറി നെസ്റ്റിൽ വന്ന് മാറിപ്പോയി പോയി കിടന്നത്. കിടന്നിട്ടുണ്ട്. എന്നാൽ അന്നേരം ജാൻമണി ഒന്ന് എത്തി നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്തേലും ആട്ടെ. അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രം എന്നോണം ഇപ്പൊ ഇവരൊരു ടീമിലാണല്ലോ. അപ്പോൾ ആ ടീമില് എന്താണ് ഇപ്പൊ ഇവര് മുറി മാറി. മുറി മാറുകയും ചെയ്തു. അപ്പൊ മുറി മാറിയപ്പം യമുന റാണി, പിന്നെ ആരാണ്, മറ്റേ ശ്രീരേഖ, അല്ലെ സോറി, ശ്രീരേഖ. ഇവര് രണ്ടുപേരുടെ ഇടയ്ക്കൊരു കട്ടിലുണ്ട്. അതായത് ആദ്യം യമുന കിടക്കും, പിന്നെ ഒരു ഇടയ്ക്കൊരു കട്ടില്, പിന്നെ ശ്രീരേഖ, പിന്നെ അപ്പുറത്തൊരു കട്ടിൽ. അങ്ങനെയാണെന്ന് തോന്നുന്നു പ്ലേസ്മെന്റ്. എനിക്ക് പറയുന്നത് കേട്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നി. അപ്പം ഇങ്ങനെ അവർ രണ്ടുപേരും, ശ്രീരേഖയും യമുനയും മര്യാദയ്ക്ക് കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങി. ബട്ട് ജബ്രി ഫ്രണ്ട്സ് ആയതുകൊണ്ട് രാത്രി വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോ അവർക്ക് ഗെയിം പ്ലാനിങ് നടക്കുന്ന മുഴുവൻ വൈകിട്ടാണ്, മനസ്സിലായത്. അതെ അതെ, നമ്മളെ കേൾപ്പിക്കാറുണ്ട് ബോസ് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല, ബോസ് അണ്ണൻ തന്നെ അറിയാതെ ഇവര് ഈ എന്താ അടക്കം പറയുകയും അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പല ഗെയിം പ്ലാനുകളും ഇവർ ചെയ്യാറുണ്ട് എന്നാണ് തീർച്ചയായും. ജിൻഡോ അണ്ണൻ പറയുന്നത്. അപ്പം അവരുടെ ഗെയിം പ്ലാനുകളൊക്കെ രാത്രിയിലാണ്. അതാണ്, അല്ലാണ്ട് നീ നനക്കിற മാതിരി ഒന്നുമില്ല. ഞാനൊന്നും നനച്ചില്ലല്ലോ, ഞാൻ ഫ്രണ്ട്സ് ആണെന്നല്ല പറഞ്ഞോളൂ. നീ എന്തിനാ നീ ഇതിന്റെ അണ്ടർലൈനിങ് മീനിങ് ഒക്കെ എടുക്കുന്നു എന്ന് തോന്നുന്നു. എനിവേസ്, അപ്പോൾ അവര് രാത്രിയിൽ മാറിയിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് ഇവര് രണ്ടുപേരും കിടക്കാൻ വരാൻ ലേറ്റായി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
ജബ്രിയിലെ ഗബ്രിക്ക് ഉറക്കം ഇച്ചിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് പുള്ളിക്ക് അങ്ങേയറ്റത്തെ കോർണർ കട്ടിൽ അവൾ കൊടുത്തു. ജാസ്മിൻ ഓഫർ ചെയ്തു. അപ്പോൾ ജബ്രിയിലെ ഗബ്രി അവിടെ പോയി കിടന്നു. അതായത് ശ്രീരേഖയുടെ അപ്പുറത്ത് പോയി കിടന്നു. അപ്പോൾ പുള്ളിക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല. ജാസ്മിന് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതായത് യമുനയുടെയും ശ്രീരേഖയുടെ ഇടയ്ക്ക് കിടക്കേണ്ട അവസ്ഥ വരികയാണ്. അപ്പം ശ്രീരേഖയെ രാത്രി അവർ വിളിച്ചുണർത്തിയിട്ട് ഇതാണ് ഇവർ പിന്നീടാണ് പറയുന്നത്. അടി തുടങ്ങുന്ന സമയത്ത് ഇതല്ല, ബട്ട് ഞാൻ അടിയുടെ ഒരു പ്രിമൈസ് തരം. കോണ്ടെക്സ്റ്റ്. അപ്പം ശ്രീരേഖ വിളിച്ചുണർത്തുന്നു രാത്രിയിൽ. വിളിച്ചുണർത്തുമ്പോൾ ശ്രീരേഖയോട് പറയുന്നു ഒന്ന് മാറി അപ്പുറത്തെ കട്ടിലിലോട്ട് കിടക്കാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി കിടക്കുന്നില്ലെന്ന് തോന്നുന്നു. അതെനിക്ക് അറിയത്തില്ല, അതെനിക്ക് വ്യക്തമായില്ല. ഇല്ല, പുള്ളിക്കാരി കിടക്കാൻ പോയില്ല. പിന്നെ വേറെ പാതിരാത്രി വിളിച്ചു പണിയില്ല. ഏൽപ്പിച്ചിട്ട് രാത്രി കൂർക്കം വന്നാൽ വരി മതിയാണോ കാരണം ആള്? ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല. അങ്ങോട്ട് മാറി ഇല്ലേ, കിടക്കാവോ, എനിക്ക് ഗബ്രിയുടെ അപ്പുറത്ത് കിടക്കാനാണോ, അങ്ങനെ തന്നെ കിടക്ക പറഞ്ഞുള്ളൂ. അങ്ങനെ ആദ്യം പറഞ്ഞേ. പറഞ്ഞു. അപ്പോൾ ശ്രീരേഖ രാവിലെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയപ്പം ഇതാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഗബ്രിയുടെ അപ്പുറത്ത് കിടക്കണം, അതുകൊണ്ടൊന്ന് മാറിത്തരാമോ എന്ന് എന്നോട് ജാസ്മിൻ ചോദിച്ചു എന്ന്. ആർക്കാണേലും ദേഷ്യം വരുമല്ലോ. രാത്രി 1 മണിക്ക് വിളിച്ചോണ്ടിട്ട് നീ കളിക്കുന്നു, ഞാൻ കളിപ്പുള്ളയാണോ നിന്റെ? അതിനൊരു പ്രായമുള്ള കാര്യമുണ്ട്. മനുഷ്യനല്ലേ. ഇവര് കിടക്കുമ്പത്തേക്കും മൈക്ക് ധരിച്ചുകൊണ്ട് കിടക്കേണ്ട കാര്യമില്ല. ഉം, മൈക്ക് ഊരി വെച്ചിട്ടാണ് കിടക്കുന്നത്. ഉം, അപ്പം പുതപ്പിന്റെ അടിയിൽ, അതായത് പുതപ്പ് വെച്ച് മറച്ച് പിടിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, അവർക്ക് അടക്കം പറയാം. ആ, ആ, അപ്പം അത് അപ്പുറത്തെ ഇപ്പുറത്തും ബെഡാണല്ലോ. അപ്പം അവർക്ക് അവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഗെയിം പ്ലാൻ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. മനസ്സിലായി. ഇപ്പൊ ഈ രശ്മിനും നോറയും അതുപോലെ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് ജിൻഡോ ഒരു ആരോപണം പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ ഇതിന്റെ അണ്ണനാണ് ഇടയ്ക്ക് ഇത്തരം ട്രിക്സ് എല്ലാം കണ്ടുപിടിക്കുന്നത്. അതെ അപ്പം അതെ. അത് നൈറ്റ് ടൈമില് മൈക്കൂരി വെച്ചിട്ട് സംസാരിക്കാമല്ലോ. അത് അവരുടെ ഒരു ഗെയിം പ്ലാനിങ് ആണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് തന്നെ, ഇവര് എന്തായാലും ഗെയിം കളിക്കുകയാണ് അവരുടെ കോണ്ടെക്സ്റ്റ്. മേ ബി അവർ ചിന്തിച്ചിട്ടുണ്ടാകും ആൾക്കാർ പുറത്ത് പ്രണയമായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്താന്ന് വെച്ചാൽ അങ്ങനെ എടുത്തോട്ടെ എന്ന രീതിയിലായിരിക്കും. പക്ഷെ ഇവരുടെ ഈ ഗെയിം പ്ലാനും മൈക്ക് ധരിച്ചുകൊണ്ട് തന്നെ ഇവർ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവർ ഗെയിം കളിക്കുവാണെന്നുള്ള കാര്യമെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. ന്യായം. അങ്ങനെ ആ, വേണമെങ്കിൽ ഇവർക്ക് കളിക്കായിരുന്നു. അതായത് അതാകുമ്പത്തേനും ശരി, ആൾക്കാർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് വന്നേനെ, ഒരു ഐഡിയ കിട്ടും. കിട്ടിയാനെ. ഓക്കെ, ശരി. ഇപ്പം നാട്ടുകാർക്ക് വേണ്ടി അത് എനിക്ക് ഇങ്ങനെ തോന്നി. അതായത് ഇവർക്ക് വേണമെങ്കിൽ ഹൗസ് മേറ്റ്സിന്റെ മുമ്പിൽ ഇവരിങ്ങനെയാണ്, അവർ ചേർന്നിരിക്കുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അവര് ഇവരുടെ ടോപ്പിക്കിന്റെ ഭാഗമാവുകയും ഏറ്റവും കൂടുതൽ കണ്ടന്റിന് ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവർ ഈ കോംബോ തുടർന്ന് പോരുന്നത്. അപ്പൊ അത് ഒരു പക്ക ഗെയിം പ്ലാൻ ആണ് എന്നുള്ള രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഗെയിം കളിച്ചോട്ടെ. ഇപ്പം ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കാൻ പാടില്ല, ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നാണ് ഉള്ളത്. അതെന്ന് പറയുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഗ്രൂപ്പായിട്ടും കളിക്കാം. മനസ്സിലായി. ഒരു ടാസ്ക് വരുമ്പോൾ ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗ്രൂപ്പിസം കാണിക്കാതെ അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി കാണിക്കാം. നമുക്ക് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ പ്ലാനുകൾ ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്യാം, ഒരു ഗെയിം ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട്. അതൊക്കെ ഓക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ ഇപ്പം അവിടെ ഓൾറെഡി ബിഗ് ബോസ് തന്നെ ഇത്തവണ എല്ലാവരെയും നെസ്റ്റ്, ഡെന്ന്, തണല് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പം ആൾക്കാർ ഗ്രൂപ്പ് ആവുന്നത് ആർക്കും തടയാൻ പറ്റില്ല. സോ സ്വാഭാവികം. അവിടെ ഗ്രൂപ്പായിട്ട് അവർക്ക് അവിടെ ഗെയിം കളിക്കാം. അപ്പം ഗബ്രിയും ജാസ്മിനും ഒരു ഗ്രൂപ്പിലാണല്ലോ, അതിനു പുറമെ ഇവര് തന്നെ ഒരു ഗ്രൂപ്പാണല്ലോ. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ അവരുടെ ഗെയിം പ്ലാന് എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. മൈക്ക് വെച്ച് ഒളിപ്പിച്ച് വെക്കുകയും ബിഗ് ബോസ് പാട്ടിടുന്ന സമയത്ത് പോയി ഡിസ്കസ് ചെയ്യുകയും ഇങ്ങനത്തെ ഈ ഒളിച്ചുകളിയൊന്നും ആവശ്യമില്ല. എന്തായാലും ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങളുടെ ഗെയിം പ്ലാൻ ഇതാണ്, നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ഇപ്പൊ റോക്കിക്കെതിരായിട്ട് അവര് മറ്റേ
അവനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കളിച്ച ഗെയിം ഉണ്ടല്ലോ. അതുപോലെ ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും പിക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഗെയിം കളിക്കാം. അങ്ങനെ വച്ചിരുന്നേ നാട്ടുകാർക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നേനെ. ആ രസമുണ്ട്, ഇവരുടെ കോംബോ ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞ് കണ്ടോണ്ടിരുന്നേനെ ആൾക്കാര്. ഇതിപ്പോ ഒരുമാതിരി ഉം. അതും ഇല്ല ഇതും ഇല്ലാത്ത ഒരുമാതിരി വൃത്തികെട്ട എന്തവസ്ഥ അപ്പൊ എനിക്കറിയാം. ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ, അപ്പുറത്തോട്ട് മാറി അടിയുണ്ടാക്കിയത്. അങ്ങനെ ശ്രീരേഖയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ശ്രീരേഖ അത് ഇഷ്യൂ ആയിട്ട് പൊക്കിക്കൊണ്ടുവന്നു. യമുനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യം യമുനയുടെ കൂർക്കം വലിയാണെന്നും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഈ എന്നാണല്ലോ പറഞ്ഞത്. പുള്ളിക്കാരി ഇങ്ങനാ പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു, എന്താണ് യമുനേച്ചിയുടെയും എന്താണ് ശ്രീരേഖ ചേച്ചി രണ്ടുപേരും നന്നായിട്ട് കൂർക്കം വലിക്കും. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് എന്നാ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ആർക്കും അലക്കേഷൻ പറ്റില്ല. അതൊരു പേഴ്സണൽ അറ്റാക്ക് ആണല്ലോ. ഉം. അതെന്തോ. അല്ല, ഇത് ഒരു കാര്യമുണ്ട്. ഇവര് ആൾക്കാർക്ക് പറയാനാണ് ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്. യമുന അതാണ് പറയുന്നത്, ഇത് നിങ്ങളുടെ വീടെന്നല്ല, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കാണും. ഇതേ യമുന തന്നെ പിന്നത്തെ ആഴ്ചയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. നന്നായി. എനിവേസ്, അപ്പം പക്ഷെ ഇത് പവർ റൂമാണല്ലോ ഇവർക്ക്. അല്ല മാളികത്തിനാണെങ്കിൽ അല്ല അന്നേരം പവർ റൂമിലല്ല. അതാണ് അവർ പറയുന്നത്. വേറെ ഇതായത് ജാസ്മിൻ പറയുന്ന വേറെ ഒരു റീസൺ അതാണ്. അതായത് പവർ റൂമിൽ നിന്ന് ഇറങ്ങി ഇവർ മുറി മാറിക്കിടന്നു. അപ്പം അത് കാരണം കട്ടലിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറി. അപ്പം അങ്ങനെ ഓ മാറിയത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കട്ടിൽ ആ അറേഞ്ച്മെൻറ്റിന് പ്രശ്നം വന്നത് എന്ന് പറയുന്നുണ്ട്. മറ്റവര് കേറിയല്ലോ കേറി. അല്ലേ? ആ, ആ, ആ. ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉം. പ്രശ്നമുണ്ട് അവിടെ. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി. ഇതിൻ്റെ ഇടയ്ക്കാണെന്നാണ് എൻ്റെ ഒരു മെമ്മറി. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജിൻഡോണ്ണനാണ് ഇപ്പോൾ പവർ ടീമിലുള്ളത്. ജിൻഡോണ്ണനും നമ്മുടെ രശ്മിൻ ബായും പിന്നെ ക്യാപ്റ്റനായിട്ട് സിജോ ഉണ്ട്. പക്ഷെ സിജോന് വയ്യ. അപ്പം സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സിജോ കിടപ്പിലാണ്. അപ്പം ഈ സമയത്ത് ഉം. നോറ ഇത്രയും പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നോറ എഴുന്നേറ്റിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതൊക്കെ പറയും. അപ്പം നമ്മൾ വിചാരിച്ചു, എന്തോ കാര്യമായിട്ട് പറയാൻ വരിക. കാര്യമായിട്ട് എന്താ പറയാ. എന്നിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ വെറുതെ ഇൻറ്ററപ്റ്റ് ചെയ്തേ. നേരത്തെ എന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. എനിക്ക് ശിക്ഷ തന്നു ഇൻറ്ററപ്റ്റ് ചെയ്തതിന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാത്തപ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നൊക്കെ. ഞാൻ ഇതൊക്കെ കാര്യം അത് ഇവര് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ആദ്യമേ നോറ എന്തോ പറയാൻ വന്നപ്പം ഇന്ററപ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ട് പണിഷ്മെന്റ് ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് പിന്നത്തെ മീറ്റിങ്ങിൽ ഓരോരുത്തർ എഴുന്നേറ്റിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കണ്ടുകൊണ്ട്, അപ്പൊ ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് മാത്രമേ ശിക്ഷയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോറ അവിടെ ശ്രമിച്ചത്. അത് പിന്നീട് അങ്ങോട്ട് പോയപ്പോഴാണ് നമുക്ക് കത്ത്. ആദ്യം പക്ഷേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് കൊണ്ടാണ്. ഇത് അതെന്തൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. കാരണം അത്രയും വലിയ അടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഒരു പൊട്ട റീസൺ എഴുന്നേറ്റ് നാട്ടുകാരെ എന്നെ കൂവി വിടത്തില്ലേ? എനിക്ക് എന്ത് കാണിക്കുന്നു? സ്ക്രീൻ സ്പേസ് കിട്ടാൻ അതാ വേണ്ടി എന്ത് കോമാളിത്തരം ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. അവിടെ ഉള്ള ആരും അത് മൈൻഡ് ചെയ്തില്ലല്ലോ. അത് ശരിയാണ്. ആൾക്കാർക്ക് ഉം. പുച്ഛമാണെന്ന് തോന്നുന്നു. എന്താ ഉം. അപ്പൊ അത് എന്താണേലും പ്രശ്നമില്ല. ആ, എന്താണേലും ആ അടി അങ്ങനെ അങ്ങ് പോയി. അത് അടി അവിടെ ഇത് അങ്ങനെ നടന്നു. ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതായത് ഈ കാര്യത്തിൽ ഞാൻ ജാസ്മിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരി പറഞ്ഞത് തെറ്റാണ്. ഒന്നാമത് പുള്ളിക്കാരി രാത്രി മറ്റേ ശ്രീലേഖനെ വിളിച്ചുണർത്തിയത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം അവിടെ വന്ന് നിന്നിട്ട് നടുമുറ്റത്ത് വന്ന് നിന്നിട്ട് രണ്ടുപേരും ഭയങ്കര കൂർക്കം വലിയാന്നൊക്കെ പറയുന്നത് നാട്ടുകാർ കാണുന്ന സാധനമാണല്ലോ. അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഉം. അത് അവർ യമുന പറയുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം അവർ എന്താണ് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അതെ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അത് മാത്രമല്ല, ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് ഒരു ലാലേട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു സർവൈവൽ ഗെയിമാണ്. അപ്പം നമ്മളവിടെ വരുമ്പോൾ നമ്മളെ കുറേ ശീലങ്ങളും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് പല മാറ്റങ്ങളും നമ്മളിൽ തന്നെ കൊണ്ടുവരാം. ആൾക്കാർ എപ്പോഴും ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാം, ഒരിക്കലും കൺട്രോൾ വിട്ട് പോകാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ശീലങ്ങളുണ്ടെങ്കിൽ മാറ്റാം. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. പല ആൾക്കാരും ഇപ്പം വരുന്നത് മിക്കവരും സെലിബ്രിറ്റീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവരൊരു ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം
എനിക്കൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടിടുവാണെങ്കിൽ എനിക്കത് പ്രശ്നം ഉണ്ടാവില്ല. കാര്യം എൻ്റെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഇത് പലരും അവിടെ വന്നിട്ടാണ് അവിടെ പഠിക്കുന്നത് തന്നെ. ഇങ്ങനെയുള്ളൊരു അത് ഞാനിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് പല സീസണുകളിലും. അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒക്കെ ആണെങ്കിലും ആൾക്കാര് എവിക്റ്റായി പുറത്തു പോകുമ്പോഴോ അല്ലെ ഫിനാലയുടെ അടുത്തെത്തുമ്പോഴോ ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് എൻ്റെ പല കാര്യങ്ങളും ഞാൻ ഇവിടുന്ന് പഠിച്ചു, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു എന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ എനിക്ക് ആദ്യമൊക്കെ അത് കേൾക്കുമ്പോൾ എന്തോ ഓ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് അവരുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ആണ് കാര്യം. അവരങ്ങനത്തെ ലൈഫല്ല ലീഡ് ചെയ്യുന്നത്. ഇവിടെ ഈ റേഷൻ വെച്ച് അരി വാങ്ങിക്കുക, ലക്ഷറി പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടമുള്ള സാധനം കിട്ടുക, മൊബൈലില്ല, ടി വി ഇല്ല, എന്റർടൈൻമെന്റിന് വേറെ വഴിയില്ല, ആൾക്കാരോട് സംസാരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ലൈഫ് അത് സർവൈവ് ചെയ്ത് വരുന്നവൻ ഫോർ എവർ ചേഞ്ച്ഡ് ആയിരിക്കും അവന്റെ ഉള്ളിൽ. അതൊരു അങ്ങനത്തെ കുറെ പോസിറ്റീവ് സൈഡുകളുണ്ട് ബിഗ് ബോസ്. അപ്പൊ യമുന ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇവിടെ ആരും വീട്ടിൽ നിന്ന് വന്നൊന്നുമല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല വന്നത്. എന്താണേലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അടി കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നെക്സ്റ്റ്, അതായത് ഒരു ആഴ്ച ത്രൂ ഉള്ള പ്രോസസ്സാണല്ലോ ഈ നെക്സ്റ്റ് പവർ ടീമിനെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തിലെ ഫസ്റ്റ് ഗെയിമാണ്. 3 ഗെയിംസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതിനകത്തിൽ ഈ ആഴ്ചത്തെ ഈ ദിവസം തന്നെ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഡാൻസ് കളിക്കണം. അതായത് ഇവർ ഇപ്പോൾ റാൻഡമായിട്ടൊരു ഏതെങ്കിലും ഒരു ടൈമിൽ 3 ടീമും അവനവൻ്റെ ഡാൻസേഴ്സിനെ പിക്ക് ചെയ്യണം. 3 ടീമിൽ നിന്ന് ഓരോ ഡാൻസറിനെ പിക്ക് ചെയ്യാം. എന്നിട്ട് അവർക്ക് ആ സമയത്ത് ഈ ഏതെങ്കിലും ഒരു റാൻഡം ടൈമിൽ ബിഗ് ബോസ് പാട്ടിടും, അവരുടെ പാട്ട്. അപ്പോൾ ആ സമയത്ത് ഓടി വന്നിട്ട് ഡാൻസ് കളിക്കണം. അതായിരുന്നു ടാസ്ക്. അപ്പോൾ അതിനകത്ത് ഇതൊരു ക്ലാസിക് ബിഗ് സ്വാഭാവികമായിട്ടും ബോസ് ടാസ്ക് ആണ് ഓ ആണോ? ഈ സാധനം. ഉം ഉം ഉം. പല ലാംഗ്വേജസിലും പല സീസണുകളിലും ഈ ഐറ്റം ഉണ്ട്. ആ അവർക്ക് പക്ഷെ തലേദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. ഓ ഏത് പാട്ടാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റെപ്സ് ഒക്കെ പാർട്ട്ണറിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് പാട്ടിടുമ്പോഴത്തേക്ക് ഓടി വന്ന് കളിക്കുക എന്നുള്ളതാണ്. എനിക്ക് അതിന് തോന്നുന്നു ഇതുവരെ വരാനും ലേറ്റ് ആവാനും കളിച്ചതിലും പാടില്ല. ഇതുവരെ ഉം. കളിച്ചതിൽ ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ളത് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളതായിട്ട് എല്ലാവരും 3 പേരും വലിയ കുഴപ്പമില്ല ചെയ്തത്. അതായത് ഓരോ ടീമിൽ നിന്ന് ഡെന്നിൽ നിന്ന് ഋഷിയായിരുന്നു. അതായത് ഡെന്നിനകത്തിൽ ഇപ്പം റോക്കി പുറത്തായ പിന്നെ അൻസിബ, അതായത് അൻസിബ ഇപ്പം അല്ല, ഇപ്പം അൻസിബ ഉണ്ട്. എന്താണ് അതായത് സിജോ പോയി കഴിഞ്ഞത് സ്പോയിലറാണ്, നമ്മളത് പിന്നീട് പറയേണ്ടതാണ്. ബട്ട് സിജോ വയ്യാതെയായിട്ട് പോകുമല്ലോ. അപ്പോൾ ആ സമയത്ത് അൻസിബ ക്യാപ്റ്റൻ ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഡെന്നിൻ്റെ അകത്ത് 2 പേരേ ഉള്ളൂ, അർജുനും പിന്നെ ഋഷി മാത്രമേ ഉള്ളൂ. ബട്ട് ഈ ഒരു പോയിന്റിൽ അൻസിബ ഉണ്ട്. അൻസിബ, എന്താണ് അർജുൻ, ഋഷിയുണ്ട്. അപ്പം ഋഷിയാണ് ഡെന്നിനകത്ത് നിന്ന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി ഡാൻസർ ആയതുകൊണ്ട് പുള്ളി ജയിക്കും. രണ്ടാമത് വരുന്നത് ശ്രീരേഖയാണ്. പുള്ളിക്കാരിയും ഡാൻസറാണ്. പക്ഷെ പുള്ളിക്കാരി ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം അതിൻ്റെതായ പരിമിതികൾ ശ്രീരേഖ പക്ഷെ വെച്ചിട്ട് നന്നായിട്ട് കളിച്ചു. കളിച്ചു പഞ്ചാബി കളിച്ചു. ഡാൻസ് എന്തോ ആണ് കളിച്ചല്ലേ. അതെ. മറ്റേ ഇതാ, മറ്റേ പഞ്ചാബി വെങ്കട, മറ്റേ മല്ലു സിംഗിലെ പാട്ടായിരുന്നു അത്. ഉം. അപ്പം അത് മര്യാദയ്ക്ക് കളിച്ചു. പിന്നെ നോറയാണ് മറ്റേ ടീമിൽ നിന്ന് വന്നത്. അത് കുഴപ്പമില്ല. പക്ഷേ ഋഷിയുടെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പുള്ളി എനിക്ക് തോന്നുന്നു എനിക്കാകെ ഒരു പുള്ളിയെ പുള്ളി ഉണ്ടല്ലേ, പുള്ളി കൊള്ളാമെന്ന് തോന്നിയ ഒരു മൊമെന്റ് ഇത് മാത്രമേ ഉള്ളായിരുന്നു. നന്നായിട്ട് കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ കാര്യം അവൻ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് yes, yes. അപ്പോൾ എന്താണേലും ആ പിന്നെ അത് ഒരു കഴിഞ്ഞിട്ടാണ് പറഞ്ഞോ. അല്ല നീ പറഞ്ഞു അത് ഞാൻ പറയാൻ വരികയായിരുന്നു. ശ്രീരേഖയുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ആ അതാ അല്ല ആണോ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ടൊരു മറ്റേ ആണാണ്. ഒരു കോമ്പറ്റീഷനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പം അല്ല, അത് പറഞ്ഞു, ശ്രീരേഖയുടെ ഇത് പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് കോമ്പറ്റീഷനിലേക്ക് കിടക്കാം. കാര്യം എൻ്റെ ഓർമ്മയില് ഈ ഈ ഡാൻസിന്റെ കാര്യം ഇത് ഡാൻസിന്റെ സമയത്ത് ഞങ്ങൾ പറയുകയും ചെയ്തു ശ്രീരേഖ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ശ്രീരേഖയുടെ അതായത് സ്വന്തം കഥ പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കഥ പറയുന്ന ഇതിൽ വന്നപ്പോൾ ശ്രീരേഖയുടെ കഥ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പുള്ളിക്കാരി ഒരു പോയിന്റില് ലൈഫിൽ ഒരു പോയിന്റില് അരക്ക് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. എത്ര വർഷം അങ്ങനെ കിടന്നു? ഒരു 1.5 വർഷമോ
അങ്ങനെ ആ എന്തോ. ഒരു 9 മന്ത്സ് എന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അതായത് ആ 3 മന്ത്സ് പുള്ളിക്കാരി ഫുള്ളി ഹാഫ് പാരാലിസിസ് വന്ന് കിടക്കുമായിരുന്നു. അപ്പം അപ്പനാ നോക്കിയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേജസ് ആയിട്ട് പ്രോഗ്രസ് ചെയ്ത് 9 മാസം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മൊത്തം. കാര്യം പുള്ളിക്കാരിയുടെ അന്നേരം ബേസിക് നീഡ്സ് ഒക്കെ പുള്ളിക്കാരിയുടെ അച്ഛനാണ് നോക്കിയത്. അപ്പൊ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പുള്ളിക്കാരിക്ക് തന്നെ ഒരു പ്രതീക്ഷ എല്ലാം നശിച്ച അവസ്ഥയായിരുന്നു. പക്ഷെ അച്ഛൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വയ്യാണ്ടായി. പുള്ളിക്ക് ത്രോട്ടിന് ക്യാൻസറോ അങ്ങനെ എന്തോ വന്നു അല്ലേ? അതോ എന്തായിരുന്നു? ആ ആ എന്തോ എന്തോ വയ്യാതെ വന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നുള്ളൂ. എന്തായിരുന്നു അസുഖം എന്ന് എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പൊ അച്ഛന്റെ ആ തൊണ്ടയ്ക്ക് എന്തോ ശരിയാ, ഇഷ്യൂ വോയിസ് വന്നു. പോയിന്ന്. ആ ശരിയാണ് ശരിയാണ്. വോയിസ് പോയിന്ന് ആ പറഞ്ഞു. വോക്കൽസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനങ്ങനെ വയ്യാണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്ന് പുള്ളിക്കാരി അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ആ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. അങ്ങനെ പയ്യെ പയ്യെ എഴുന്നേറ്റ് നടക്കാനും അങ്ങനെ പുള്ളിക്കാരി റിക്കവർ ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിക്കും നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കാര്യം ശ്രീരേഖനെ ആൾക്കാർക്ക് ഉം, പല രീതിയിൽ അവരോട് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ആദ്യത്തെ ആഴ്ചയൊക്കെ അവര് ബോസമ്മ കളിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഇതൊക്കെ വന്ന് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരുടെ ഗെയിമിന്റെ കാര്യത്തിൽ പല ഇതുണ്ടാവും. പക്ഷെ ഇവരൊക്കെ ഓരോ വ്യക്തികൾ എന്ന നിലയിൽ എടുക്കുമ്പോഴത്തേക്കും പലരുടെയും കഥ കേൾക്കുന്ന സമയത്ത് ഇൻസ്പയറിംഗ് ആണ്. കാര്യം അങ്ങനെ പാരാലിസിസ് ആയിട്ട് കടന്ന ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇപ്പം ഡാൻസ് കളിക്കുക എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് എത്തുമ്പോഴേ അപ്പം അത് ഇവിടെ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമുക്കത് കണക്റ്റ് ആവും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ ഒരു ഇതുള്ളത് കൊണ്ട് എനിക്കും അങ്ങനെ ഒരു സ്റ്റോറി ഉള്ളത് കൊണ്ട് അപ്പം പിന്നെയാണ് ശ്രീരേഖ ആ ഒരു റിവീലേഷൻ അർജുനുമായിട്ടുള്ള അർജുനായിട്ട്. കോൺവെർസേഷനിലാണ് അതായത് ഇത് എങ്ങനെയാണ് കഴിഞ്ഞു. പുള്ളിക്കാരിക്ക് ആ, അതായത് ഈ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ഇവർ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ അർജുനായിട്ട് ചെന്ന് ചോദിക്കുന്നത് എനിക്ക് എന്തോ ഒരു ഇത് തോന്നി, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്. ആ, അപ്പോഴാണ് പറയുന്നത് അതായത് പുള്ളിക്കാരിയുടെ എക്സ് ഹസ്ബൻഡ് ആയിരുന്ന മനുഷ്യനാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഈ പാരാലിസിസ് വരാനായിട്ടുള്ള കാരണം. പക്ഷെ പുള്ളിക്കാരിക്ക് വെറുതെ അങ്ങേരുടെ പേരെടുത്ത് ഇടണ്ട, വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എടുത്തുകൊണ്ടാണ് അവിടെ പറയുന്നത്. ഞാനന്നേരം അവളോട് പറഞ്ഞു അത് ഇങ്ങനെയൊക്കെ ഒരാൾ അരയ്ക്ക് താഴോട്ട് തളർന്നു പോകുന്ന അവസ്ഥയിൽ ആക്കുക എന്ന് പറയുമ്പം എന്താ എന്തായിരിക്കും എനിക്ക് ചെയ്തിട്ടുണ്ടാവുക? ആ എടുത്ത് ജിങ്സ് ആ, ഞാനത് ഓർത്ത് എടുത്ത് ചവിട്ടിയിട്ടുണ്ടാവും ചിലപ്പം. നടുവൊക്കെ ചവിട്ടി അല്ലെങ്കിൽ ഓടിച്ച് കുനിച്ച് നിർത്ത് കാണുമായിരിക്കും. നട്ടലിന് ഇടിച്ച് കാണും, അല്ലെങ്കിൽ അങ്ങനെ പകുതി താഴോട്ട് കീഴ്പോട്ട് അതായത് നട്ടലിന് കീഴ്പോട്ട് തളർന്നു പോകുന്നത് അറിയില്ല എന്താ അല്ലെങ്കിൽ അതിന്റെ തല സ്പൈനിൽ എന്തെങ്കിലും ഇഞ്ചറി. ചിലപ്പം ഈ ബ്രെയിനിന്റെ നെർവ്സ് ഒക്കെ ഉണ്ടല്ലോ, മേ ബി അങ്ങനെയല്ല തലയിടിച്ചതോ വല്ല ആവാനുള്ള ഒരു സ്ഥലം തെറ്റി വീണതൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് കോള് കേട്ടിട്ട് തന്നെ പേടി എന്താണേലും വരുന്നു. പുള്ളിക്കാരി അത് റിവീൽ ചെയ്തില്ല എന്താണ് ഫുൾ അതിന്റെ റീസൺ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല ഒരു എന്താ പറയാ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അവർ അത്രയും അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണല്ലോ ഇങ്ങനെ വന്നത്. അപ്പം അത് അതൊക്കെ കാണുമ്പോഴത്തേക്ക് അത് അവർ പറഞ്ഞതും ഒരുപാട് അങ്ങ് ഇമോഷണൽ ആവാതെ നമ്മുടെ അർജുനൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു രീതി അത് അത്രയും ഒരു ട്രോമ കഴിഞ്ഞ് കടന്നു വന്നിട്ടും അവർ അത് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം മേ ബി ഇവരുടെ ഈ മറ്റേ നീ അന്നേരം പറഞ്ഞില്ലേ മറ്റേ ഫിഡ്ജിറ്റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവർക്ക് എന്തോ ഓർക്കുന്നുണ്ട് ആ ആദ്യത്തെ ആഴ്ചയിൽ ആങ്സൈറ്റി അറ്റാക്ക് വന്ന പോലെ അല്ലേ ആൻസൈറ്റി ഇഷ്യൂസ് പുള്ളിക്കാരിക്ക് പെട്ടെന്ന്. മേ ബി അതൊക്കെ ഈ ട്രോമയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആവാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വന്നേക്കെ. ഉണ്ടാകാം, ഉണ്ടാകാം. എന്താണേലും കൊള്ളാം. ഉം. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഒന്ന് ഇത് ഇച്ചിരി ഡാർക്കായി പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് വന്നായിരുന്നു. അപ്പം എനിവേസ് അത് കഴിഞ്ഞപ്പം നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് വരികയാണ്. നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോമളിയുടെ വേഷം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് വിഗുണ്ട്, മൂക്കുണ്ട്, മറ്റേ ഈ പ്ലം മൂക്കുണ്ടല്ലോ, മറ്റേ ഈ എന്താ പി പി ആ ഒരു ന്യൂസ് ഉണ്ടല്ലോ അത്. ആ, അത് പിന്നെ അത് ഷൂ കണ്ടപ്പോ ഞാന് സോക്സ്. ആ പറ. ആ, റോക്കി അത് ഓർത്ത് കണ്ട് കാണും.
ആ റോക്കിനെ ഓർമ്മയില്ല. റോക്കി ആദ്യത്തെ ആഴ്ചയില് രതീഷിന്റെ മൂക്കിൽ പോയി തൊട്ടിട്ട് പിന്നെ വന്നിരുന്നിട്ട് ഇവരോടൊക്കെ പറഞ്ഞായിരുന്നു. അതായത് ഞാൻ അവന്റെ മൂക്കെ തൊട്ട് ശ്രദ്ധിച്ചായിരുന്നു. ക്ലൗണിന്റെ മൂക്കിൽ ഈ സാധനം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതാണ് നീ ഒരു ക്ലൗൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവന്റെ മൂക്കെ പോയി തൊട്ടത് ബുദ്ധിപരമായി എന്നുള്ള നീക്കുമായിരുന്നു. ഇന്റലിജന്റ് ജോക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് കണ്ടപ്പം റോക്കി ബൈനെ ഓർമ്മ വന്നു. ഇപ്പം നമ്മുടെ കൂടെ ഇല്ലല്ലോ, ഐ മീൻ ബിഗ് ബോസിൽ. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞത്? കെ ജി അപ്പൊ എഫ് നേടാനാവാതെ റോക്കി ബൈ അന്തരിച്ചു. കഷ്ടമുണ്ട്. ഐ മീൻ എവിക്റ്റായി. അപ്പൊ ഇത് അത്രേ ഉള്ളൂ ടാസ്ക്. ടാസ്ക് അത്രേ ഉള്ളൂ. അതായത് ഈ മൂക്ക് ചെന്ന് ഒട്ടിക്കണം, അതാണ് ടാസ്ക്. ഇത് ഫുൾ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം മറ്റേ ആദ്യം ഓടിച്ചെന്ന് ഉടുപ്പ് മുഴുവൻ ഇട്ട് തലയിലായി വിഗ്ഗൊക്കെ വെച്ചിട്ട് പോയി മൂക്കെടുത്ത് വെക്കണം. വെക്കണം അല്ലേ? അതാണ് ഉം. ടാസ്ക്. അപ്പോൾ അതിൻ്റെ ഇതിൽ നാല് ടീമിൽ നിന്ന്, അതായത് പവർ ടീമിൽ നിന്ന് ഒരാളുണ്ട്. പക്ഷെ ഇതിനകത്ത് പവർ ടീമിൽ നിന്നും ആളുണ്ട്. ഇല്ല, 3 പേര്, സോറി, 3 പേരുണ്ട്. 3 ഗബ്രി, പേരുണ്ട്. അർജുൻ, ശ്രീതു, 3 പേര്. അങ്ങനെ. ഉം. പക്ഷെ അർജുൻ ഒരു പണി പറ്റിയെന്ന് പറഞ്ഞാലേ, ഇവൻ ഇത്രയും ഹൈറ്റ് ആണല്ലോ, പുള്ളി നല്ല ഹ്യൂജ് ആണ്, പുള്ളി നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലുള്ള കൊച്ചികൾ, എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഇവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. ഹൈറ്റ് കുറഞ്ഞ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്തു. നീ നീ ബിഗ് ബോസിൽ പോകുമ്പോ നിന്റെ കഥയും പറ. നിന്നെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യാറുണ്ടായിരുന്നു. മിസ്റ്റർ ദിഗംബരൻ എന്ന് പറഞ്ഞൊരു തെണ്ടി ഉണ്ടായിരുന്നു. അവൻ പണ്ട് ഒരുപാട് എന്നെ ഹൈറ്റിന്റെ പേരിൽ അപമാനിച്ചിട്ടുണ്ട്. എന്നറിഞ്ഞാലേ, ഞങ്ങള് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചൊരു ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ പെടുന്നതാണ് നമ്മുടെ ദിഗംബരനും ചക്രപാണിയൊക്കെ. രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട്. അതിനകത്തിൽ ചിലപ്പോൾ നമ്മൾ ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ നമ്മളുടെ കൂടെ ഗസ്റ്റായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ചേരുന്നതായിരിക്കും. അതിന് നമ്മൾ പിന്നീട് നമ്മൾ അതിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഒരു എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും. അപ്പം കമ്മിങ് ടു പോയിന്റ്, അപ്പം ഞങ്ങൾ ദ മോസ്റ്റ് ഡ്രെഡഡ് സെൽഫ് സ്റ്റൈൽഡ് വാർലോഡാണ് അവൻ. പുള്ളി ഒരു ഫൺ പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. നമുക്ക് പ്രത്യേക കൊണ്ട് തരത്തിലുള്ള ഹ്യൂമനുമാണ്, പ്രത്യേക തരത്തിലുള്ള സൗണ്ടുമാണ്. അതെ 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 അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പുള്ളി രസമാണ്, ഫണ്ണാണ് പുള്ളി. അപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് പേരുണ്ടാവും. അപ്പോൾ ഇതിനകത്തിൽ എല്ലാ കൂട്ടത്തിലുള്ള എല്ലാം മെയിൽ ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു. ഞാൻ മാത്രമുള്ളായിരുന്നു ഫീമെയിൽ. അപ്പോൾ ഇതുങ്ങൾക്കെല്ലാം ഒടുക്കത്തെ ഹൈറ്റാണ്, ഞാൻ മാത്രം ഒരുമാതിരി കുഞ്ഞോ അല്ലിങ്ങനെ. അപ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഇത് ഇത് നടക്കും. അപ്പം ഞാൻ ഇത് കമ്മിങ് ബാക്ക് ടു ദ കോണ്ടെക്സ്റ്റ്, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഇവൻ്റെ അടുത്ത്, അതായത് ഈ അർജുൻ്റെ അടുത്തൊക്കെ നമ്മൾ നിൽക്കും. ഞാനിങ്ങനെ ഒരുമാതിരി കുത്തബ് മിനാറിൻ്റെ ഒക്കെ കീഴിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് നോക്കത്തില്ലേ, ആ അവസ്ഥയാണ് എനിക്ക്. അതെ അതെ. അത്ര ഹൈറ്റ് ഉണ്ട് പുള്ളിക്ക്, നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ ഇതിനകത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് റിയാലിറ്റിയിലും അത്രയും തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കൊമളി കോസ്റ്റ്യൂം എടുത്ത് ഇട്ടപ്പം എത്തിയില്ല. പുള്ളിയുടെ ടോർസോയ്ക്ക് അത് എത്തണമല്ലോ, നീളം വേണമല്ലോ സാധനത്തിന്. അപ്പോൾ പുള്ളിക്ക് പകുതി ഇടം വെച്ചു. കേറുന്നില്ലായിരുന്നു. കാലിലോട്ട് അത് കേറുന്നില്ല. എനിക്കൊന്ന് ശ്രീതു എടുത്തിട്ടത് കുറച്ച് ലൂസായിട്ടുള്ളായിരുന്നു. ശ്രീതുവിന് അത് ഭയങ്കര ലൂസായിരുന്നു. മേ ബി ലൂസായിരുന്നു. അർജുന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ആയിരിക്കാം ചിലപ്പോൾ അവള് മാറി കയറി ഇട്ടതെന്ന് തോന്നുന്നു. അവന് കിട്ടിയപ്പം കൂട്ടത്തില് കേറിയില്ല. അവന്റെ കാലിൽ തന്നെ കേറുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചിലപ്പോൾ അത് ശ്രീതുവിന്റെ ഇതായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഗബ്രിയുടെയോ ഇവരുടെ രണ്ടുപേരുടെ ആരെങ്കിലും ഒരു ഇതിലായിരിക്കും. കാരണം ശ്രീതുവിന്റെ ഡ്രസ്സ് കണ്ടപ്പോൾ അത് ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം ഇവളോട് പറഞ്ഞു, മേ ബി അർജുൻ കിട്ടേണ്ട ഡ്രസ്സ് ആയിരുന്നിരിക്കാം അവള് കയറി എടുത്തിട്ടത്. അതുകൊണ്ട് അവനത് പക്ഷെ കാലെപ്പോലും എനിക്കത് കേറാത്തതുകൊണ്ട് ഇച്ചിരി പുള്ളി അൺഫെയർ അത് ആയിട്ട് തോന്നി. ചെയ്തു. കാരണം പുള്ളിക്ക് അത് കേറുന്നില്ലായിരുന്നു. അപ്പോൾ അത് ബിഗ് ബോസ് ചെയ്ത് ഇച്ചിരി അൺഫെയർ അല്ലേ? കാരണം പുള്ളിക്ക് കേറുന്ന കോസ്റ്റ്യൂം കൊടുത്താലല്ല പുള്ളിക്ക് അത് ഇടാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന്. മറ്റവര് അതെ, പെട്ടെന്ന് ഇട്ടിട്ട് പോയി. ഉം. ഒരു കാര്യമുണ്ട്. ഇവര് എല്ലാവർക്കും ഇപ്പൊ അർജുന്റെ ഹൈറ്റില് കോസ്റ്റ്യൂം കൊടുക്കുവാണെങ്കിൽ ഇവർക്കൊക്കെ അതിങ്ങനെ ലൂസായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും പറ്റുന്ന ഹൈറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരങ്ങ് ആദ്യം ഇട്ടപ്പോ തന്നെ അത് വിറ്റായി അവരത് എടുത്തിട്ടുണ്ട് ഓടുകയും ചെയ്തു. അല്ല, ഇവന് അത് കിട്ടിയത് ചെറുതായിപ്പോയി. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു ബിഗ് ബോസ്. ഇത് എന്തൊരു അൺഫെയർ ആണ് ഇങ്ങനെ കളിക്കുന്നത്. അല്ലെ, അതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ചിരിക്കുന്ന ആദ്യം പോയി ഓടി എടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പം എടുത്തത് അവൻ എടുത്ത കോസ്റ്റ്യൂം മാറിപ്പോയി.
അതൊരു ഗെയിമെന്ന് അത് നമ്മൾ നോക്കി വെക്കണം. പക്ഷെ അതെങ്ങനെ അറിയുന്നേ, ഇട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്താണേലും സാരമില്ല. എന്താണേലും ശ്രീതു ജയിച്ചു ആ കളിയിൽ. ശ്രീതു അല്ല സോറി, ഗബ്രി ജയിച്ചു ആ കളിയിൽ. ശ്രീതുവും ഗബ്രിയും ഓൾമോസ്റ്റ് അടുത്തടുത്തായിരുന്നു. ഗബ്രി ജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഗബ്രിയുടെ അത്. ആണെങ്കിലും എന്തോ തൊപ്പി മര്യാദയ്ക്ക് തലയിൽ വെച്ചില്ല, അങ്ങനെ എന്തോ ചെറിയ ഫോൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരും മര്യാദയ്ക്ക് ഇല്ലായിരുന്നോണ്ട് ഗബ്രിക്ക് ചെയ്യാത്തതുകൊണ്ട് കൊടുത്തു, അങ്ങനെയാണ് കൊടുത്തു. ജിൻഡോ ഒക്കെ പറഞ്ഞു. ആ. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് സിജോയ്ക്ക് ഒട്ടും വയ്യാതാവുകയും സിജോ പോകുകയും ചെയ്തു. അതായത് പെട്ടെന്ന് നീര് വെക്കുകയും ഒക്കെ ചെയ്തിട്ട് പുള്ളിക്ക് മുഖം ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ഒരുമാതിരി കോടിപ്പോയ പോലെ ആയി പോയി. കോടിപ്പോയതല്ല, എങ്ങനെ പറയുന്നത്, ഒരുമാതിരി നീര് വെച്ചിട്ട് ഒരു സൈഡ് കാണുമ്പോ മാത്രം. തന്നെ ഒരു ആ, നമുക്ക് ഒരുമാതിരി ഒരു ഇച്ചിരി അൺകംഫർട്ടബിൾ ആകുന്ന ഇത്തിരി ആ പുള്ളിയുടെ അവസ്ഥ കണ്ടിട്ട് ഒരു ഒരു സഹതാപമൊക്കെ തോന്നുന്ന രീതിയിലേക്ക് അതെ അതെ അതെ. അതായിരുന്നു. അപ്പൊ ബിഗ് ഞങ്ങൾ ബോസും പറയായിരുന്നു, വിളിച്ചിട്ട് നടന്നു. അല്ല ഉം. ഞങ്ങളിങ്ങനെ പറയായിരുന്നു, റോക്കിയുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയിട്ട് ഈ അവസ്ഥ, ദൈവമേ ജിൻഡോ അല്ലായിരുന്നെങ്കിൽ പുള്ളി പടിയായെന്ന് പറയായിരുന്നു. ആ, അതെ. എന്തൊരു അപ്പം ബിഗ് ബോസ് പഠിപ്പിച്ചിട്ട് കൺഫെഷൻ റൂമിൽ വന്നിട്ട് സിജോയോട് പറഞ്ഞു, എന്നാ വൈദ്യ ചികിത്സയ്ക്കായിട്ട് നിങ്ങളെ മാറ്റുകയാണ്, പക്ഷെ അവര് ഹൗസിലുള്ളവർ ചോദിക്കുമ്പം ജസ്റ്റ് ഒരു ചെക്കപ്പിന് പോവാണ് എന്ന് പറഞ്ഞിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ പുള്ളി അത് പറഞ്ഞിട്ടാണ് മെഡിക്കൽ റൂം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഇവരോർത്ത് മെഡിക്കൽ റൂമിലേക്ക് പോവാണ്, ഇപ്പൊ തിരിച്ചു വരുമെന്നുള്ള രീതിയിലാണ് ഹൗസ് മേറ്റ്സ് ഓർത്തത്. ഉം. അങ്ങനെ സിജോ അവിടെ നിന്ന് അപ്പം പോകുന്നു. പിന്നെന്താണെന്ന് പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും സിജോ പോയല്ലോ. അപ്പൊ ക്യാപ്റ്റൻ ഇല്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ്, അതായത് ക്യാപ്റ്റൻസിക്ക് അനുസരിച്ച് രണ്ടുപേരും അതിനകത്ത് നിന്ന് പോയി. പിന്നെ അതിലുള്ള അൻസിബയാണ്. അപ്പൊ അങ്ങനെ അൻസിബേനെ കറന്റ്ലി ആക്ടിങ് ക്യാപ്റ്റനായിട്ട് എന്താണ് നിയമിച്ചു ബിഗ് ബോസ്. അപ്പൊ അതാണ് ഈ എപ്പിസോഡിൽ അൻസിബ ക്യാപ്റ്റൻ ആവുകയും ഋഷിയും എന്താണ് നമ്മുടെ അർജുനും കൂടെ ആ ടീമിൽ രണ്ടുപേരായിട്ട് ഡുവോ ആയിട്ട് മാറുകയാണ്. എങ്ങനെ അഞ്ചുറ ക്യാപ്റ്റനായപ്പോ അവർക്ക് ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ അതെ, നമുക്കത് ഇച്ചിരി ഉം. വരി സിജോ പോയത് അ- കൊണ്ടാണല്ലോ അവര്. ആ, ആണ്. പക്ഷെ എന്നാലും പോട്ടെ, ഇതിനാട്ടെ. ഉം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാസ്ക് കൂടെ അൻസിബ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നു, ഒരു സൈക്ലിംഗ് ടാസ്ക്. അത് ആക്ച്വലി അവർക്ക് തുടങ്ങുമ്പോൾ 3 ലൈൻ ഉണ്ട്. അത് പിന്നെ അത് ചുരുങ്ങി പവർ 2 ലൈനാവും, പിന്നെ അത് ഒറ്റ പവർ ലൈനാവും. ടീമിലേക്കുള്ള ടാസ്ക് ആയിരുന്നു തോന്നുന്നു. ഇതെല്ലാം അത് തന്നെയാണ്. ഈ 3 ടാസ്കും അത് തന്നെയാണ്. ഉം. ഉം. അപ്പം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ട് അവർക്ക്. അതായത് 3, 2, 1 എന്നുള്ള രീതിയിൽ ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു പ്രത്യേകതരം ട്രാക്ക്. അതിനകത്തിൽ ഒരു കുട്ടി സൈക്കിൾ കൊടുത്തിട്ടുണ്ട് 3 പേർക്കും. അപ്പൊ ആ കുട്ടി സൈക്കിളും വെച്ചിട്ട് ചവിട്ടി ഈ 3 ട്രാക്കിൽ കൂടെ, അതായത് കറക്റ്റ് ട്രാക്കിൽ കൂടെ വേണം ഓടിക്കാൻ. എന്തായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്? ട്രാക്കിലൂടെ കറക്റ്റ് ട്രാക്കിലൂടെ ഓടിക്കണം. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ പക്ഷെ ഇവര് പുറത്തേക്ക് പോയാലെന്നാ പറഞ്ഞത്. ട്രാക്കിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ. പോയാല് ഉം. പക്ഷെ ഇതില് 2 ട്രാക്ക്, അതായത് 3 ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു ട്രാക്ക് ഇടയ്ക്ക് വെച്ച് വേറൊന്നായിട്ട് മേർജ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരാളുടെ ഇത് ഇപ്പൊ ഋഷി ഇങ്ങേ സൈഡിലായിരുന്നു, ഗബ്രി ഇങ്ങേറ്റത്ത്, ശരണ്യ നടുക്ക്. ഇപ്പൊ ശരണ്യയുടെ ട്രാക്ക് ഈ ഇവരുടെ ഇപ്പൊ ഗബ്രിയുടെ ട്രാക്കുമായിട്ട് കൂടിച്ചേരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഗബ്രി ഇപ്പൊ അവളെ ഓവർടേക്ക് ചെയ്താല് ശരണ്യക്ക് ഗബ്രിയുടെ പുറകെ സൈക്കിളോട്ടി പോകാനേ പറ്റത്തുള്ളൂ, അങ്ങനത്തെ രീതിയിൽ. 3 സെപ്പറേറ്റ് ട്രാക്കുകൾ കൊടുത്ത് അതിലൂടെ വരിക എന്നുള്ളതല്ല ബിഗ് ബോസ് പറഞ്ഞു. ഈ ഋഷിക്ക് സെപ്പറേറ്റ് ഉണ്ട്, ഗബ്രിക്ക് സെപ്പറേറ്റ് ഉണ്ട്, ശരണ്യക്ക് മാത്രം മേർജ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഗബ്രി ചവിട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല ഐ മീൻ ഋഷി ചവിട്ടി വന്നപ്പം ഋഷി ഗബ്രിയുടെ ട്രാക്കിലോട്ട് കയറി അങ്ങനെ ചവിട്ടി ഋഷി ഫസ്റ്റ് അടിച്ചു. പക്ഷെ ഗബ്രി പറഞ്ഞു ഇല്ല, അവൻ ട്രാക്ക് ക്രോസ് ചെയ്തു, അവന്റെ ട്രാക്കിലൂടെയാണ് പോകേണ്ടത്, അതുകൊണ്ട് അത് ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഗബ്രി ഇടയ്ക്ക് ശരണ്യയും കാല് കുത്തിയായിരുന്നു. ഇല്ലേ? അല്ല, ശരണ്യ കാല് കുത്തിയില്ല. പുള്ളിക്കാരി പെതുക്കെയാ ശരണ്യ കാല് കുത്തി. ഓടിച്ചത്. ഋഷി ആദ്യം ആണോ? എത്തി, ശരണ്യ പുറകെ എത്തി. പക്ഷെ ഗബ്രി കാല് കുത്തിയോണ്ട് ഗബ്രിക്ക് പിന്നെ ആദ്യം തൊട്ട് തുടങ്ങേണ്ട വന്നു. അപ്പം ശരിക്കും പക്ഷെ ഗബ്രി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ട്രാക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ആദ്യം ഋഷി കംപ്ലീറ്റ് ചെയ്തല്ലോ, എന്നിട്ട് ഋഷി അവിടെ നിൽക്കുക കംപ്ലീറ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. ഇവര് ശരണ്യ സെക്കൻഡ് പോയി.
അപ്പോൾ ആ സമയത്ത് എന്താണ് ഗബ്രി ഇപ്പം എന്ത് ചെയ്തു, ഇപ്പോൾ എന്താണ് ഈ ഋഷി തെറ്റാ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ കാല് കുത്തിയ സമയത്ത് തന്നെ പുള്ളി തിരിച്ചു പോയിട്ട് ആദ്യം തൊട്ട് വന്നു, ആദ്യം തൊട്ട് പ്രോപ്പറായിട്ട് ചവിട്ടി വന്നു. അപ്പം റിസൾട്ട് പറഞ്ഞ സമയത്ത് ജിൻഡോ അണ്ണൻ പറഞ്ഞു ട്രാക്ക് മാറ്റി ചവിട്ടിയത് കൊണ്ട്, അതായത് ഋഷി ചവിട്ടി വന്ന് എന്താണ് അവൻ്റെ ട്രാക്കിൽ കൂടെ തന്നെ പോവാത്തത് കൊണ്ട് ഋഷിയെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെന്ന് പറയും. അപ്പം നാച്ചുറലി അതെ. മറ്റവർ രണ്ടുപേരും വരുമല്ലോ, ശരണ്യ ഫസ്റ്റ്, അല്ല പക്ഷെ ഗബ്രി സെക്കൻഡ് വരുമല്ലോ. ഓ അങ്ങനെയാണോ വന്നത്? ഓക്കെ ഓക്കെ. എൻ്റെ മനസ്സിൽ ഗബ്രി ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വന്നുകൊണ്ട് പുള്ളി ഫസ്റ്റ് അടിച്ചു പിന്നെ ശരണ്യ വന്നു എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡിൽ കിടന്നു. ഇവർ രണ്ടുപേരും ആണെന്ന് അറിയാം, പക്ഷെ അങ്ങനെയാണ് ഞാൻ ഓർത്തത്. അതാണ് എന്നിട്ട് അല്ലല്ല, ശരണ്യാണ് ഫസ്റ്റ് വന്നത്, ശരണ്യാണ് ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ എപ്പിസോഡ് തീരുകയാണ്. പക്ഷെ പിന്നെ ഇനിയിപ്പോൾ എപ്പിസോഡ് 18 ആണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് പറയാം. അതായത് എപ്പിസോഡ് 17ൻ്റെ അറ്റത്തും ഒരു 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 ചെറിയ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. നോറ ഇവിടെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അന്യനാണ്, അമ്പിയാണ്, റമോ ആണ്, റഹ്മോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ റഹ്മാനാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഈ മറ്റേ റോക്കി അന്യനാണ്, അമ്പിയാണ്, റഹ്മാനാണ്, അല്ല റഹ്മോയാണ്, എന്താണ് പിന്നെ എന്തൊക്കെയാണ്. റെമോ എന്നാ പറഞ്ഞത്. എനിക്കത് കണ്ടപ്പോ മറ്റേ ഒപ്പം സിനിമയ്ക്കകത്ത് മാമുക്കോയുടെ മറ്റേ ബീരാനും റഹ്മാനും കോമഡി ഉണ്ട്. വീരനും പിന്നെ എന്തായാലും മറ്റേ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. രമേശ് എന്തോ. രാഘവൻ. രാഘവനും വീരനും അതാണ് അവരുടെ പേര്. പക്ഷെ വീരാനും റഹ്മാനും ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വീരാനും റഹ്മാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ കോമഡിയാണ് എനിക്ക് ഓർമ്മ വന്നത്. നല്ല രസമുണ്ട്. അപ്പൊ നോറ കഴിഞ്ഞ 2 ദിവസമായിട്ട് കിളി പോയ പോലെയാണ് നടക്കുന്നത്. അപ്പൊ എപ്പിസോഡ് 18 തുടങ്ങുന്നതും ഒരു അടിയോടെയാണ്. നോറയുടെ ചെരുപ്പ്, അർജുൻ പറയുന്നത് അർജുൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയം തൊട്ടേ നോറയുടെ ഒരു ഒരു ഹീൽസ് അവിടെ വെളിയിൽ കിടപ്പുണ്ടായിരുന്നു. അതായത് ഔട്ട്സൈഡ് ദ പ്രമിസ്, അവിടെ ആ കയറി വരുന്നിടത്ത് കിടപ്പുണ്ടായിരുന്നു. എന്താണ് അത് കുറേ നാളായിട്ട് അവിടെ കിടക്കുകയാണ്. ഇവര് നോറയോട് പറഞ്ഞു അത് എടുക്കണം എന്ന് പറയും. അപ്പൊ അവര് അല്ല നോറയോട് ആരോട് ഇത് ആരുടെ ആണെങ്കിലും അവര് പോയി എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ജിൻഡോ അണ്ണൻ പറഞ്ഞപ്പോഴാണ് എന്താണ് നോറ അത് ഓർക്കുന്നത് തന്നെ. എന്നിട്ട് പോയി എടുത്തോണ്ട് വരുമോ എന്തോ ചെയ്തിട്ട് അവിടെ ഒരു അടി ഉണ്ട്, അവിടെ ഒരു അടി ഉണ്ടായി. എന്താ, അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലാത്തൊരടിയായിരുന്നു, പക്ഷെ അവിടെ ഒരു അടി ഉണ്ടായി. ഞാൻ പറയില്ലേ, നോറ ഇച്ചിരി കിളി പോയ അവസ്ഥയായിരുന്നു ഈ 2 എപ്പിസോഡുകളിലെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ബോക്സ് സ്റ്റോമ്പിങ് മറ്റേ ടാസ്ക് വരുന്നത്. മറ്റേ അതായത് 3 വരിയിൽ ബോക്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു എന്നിട്ട് ടീമിന് പറഞ്ഞു. അല്ല എന്നിട്ട് ബോക്സിന്റെ മണ്ടേ കൂടെ നടക്കണം. അപ്പം ചില ബോക്സുകൾ ഫ്രജൈൽ ആയതുകൊണ്ട് അത് ഈ ചവിട്ടുമ്പം അത് പൊട്ടും. അങ്ങനെ പൊട്ടുവാണെങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് നടക്കണം. അങ്ങനെ ആ. അല്ലേ? അതെ, അതെ, അതെ. പക്ഷെ അത് ഇപ്പം അത് നമ്മുടെ ഡെന്നില് 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഉം. ബാക്കിയുള്ള ടീമില് 4 പേരുണ്ടല്ലോ. അപ്പൊ ഡെന്നില് 2 പേരുള്ളോണ്ട് അർജുനും ഋഷിക്കും പിന്നെയും ആദ്യം തൊട്ട് തുടങ്ങാം. മറ്റേവരെന്ന് പറയുമ്പോൾ അവനവന്റെ ടീമിൽ ഒരാൾക്ക് ഒരു വട്ടേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഫോർ ഉം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം യമുന പോവുകയാണ്. യമുന സെക്കൻഡാമത്തെ സ്റ്റോപ്പിൽ കുഴി, അതായത് ഈ പൊട്ടിയ ബോക്സ് ചവിട്ടിയെങ്കിൽ പിന്നെ ഗബ്രി, ജാസ്മിൻ, ജാൻമണി എന്നുള്ള ശ്രീധർ. രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ആ. അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഉം. പറ്റത്തില്ല. ഉം. അങ്ങനെ സ്റ്റോംപ് ചെയ്ത് എവിടം വരെ എത്തി, അവസാനം ഏത് പോയിന്റിലാണ് എത്തുന്നത്, ഏറ്റവും മുന്നിൽ ആരാണ് എത്തുന്നത് എന്നുള്ള രീതിയിലാണ് മത്സരം പോകുന്നത്. അതിനകത്തിൽ നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ അർജുൻ അർജുനും ജയിച്ചിരിക്കുകയാണ്. അർജുനും അർജുനും ഋഷിയും ജയിച്ചു. ഋഷി. അപ്പം അങ്ങനെ അതായിരുന്നു അവിടെ ഒരു അവിടെ ആ സത്യം പറഞ്ഞാൽ ആ മത്സരം എന്തിനാ വെച്ചതെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അത് എന്തിനുള്ള ടാസ്ക് ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? പവർ ടീമിന്റെ ഇതിലോട്ട് തന്നെ ഉള്ള ഇതാണ്. പക്ഷെ ഡെന്നിന് പോയിന്റ് മൂന്നാമത്. കുറവല്ലായിരുന്നു, അതോ പുതിയ ടാസ്ക് ആയിരുന്നു, 4ാമത്തെ ടാസ്ക് ആയിരുന്നു അത്? അല്ലല്ലല്ല, ഇത് വേറെ എന്തോ ടാസ്ക് ആണ്. അത് എന്തിനാ ടാസ്ക് കൊടുത്തതെന്ന് ഞാനത് ഓർത്ത്, എനിക്കത് അങ്ങോട്ട് ഒരു ഓർമ്മയില്ല. ഇപ്പൊ എനിക്ക് ഇവ തോന്നുന്ന അതാണ്. ഇത് ഒരാള് പവർ ടീമിലോട്ട് ഒരാളെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. നിഷാന പോയത് കൊണ്ട് അത് ഇപ്പൊ ഇനി വെച്ചപ്പം എന്താണ്
അപ്പം മുമ്പേ പറഞ്ഞ ആ ഒരു ജാൻമണിയുടെ ആ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ അത് ഇപ്പോഴാണ് അത് ശരിക്കും ഞാനത് ഓർത്തത്. അതായത് ജാൻമണിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലേ, ഇത് ഈ ഒരു ജെൻഡർ വൈസ് നമുക്കൊരു റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ ഈ ശാപം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിനെ ഞാൻ ബാക്ക് ചെയ്യുവാണ്. അതായത് ഈ ഒരു എപ്പിസോഡിലാണ് നമ്മുടെ ജിൻഡോണ്ണൻ അവിടെ ഇരുന്നിട്ട് പറയുന്നത് എന്തോ അവർ തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായി, ജാൻമണിയും ജിൻഡോയും തമ്മിൽ. വലിയ അടിയൊന്നും അല്ലെന്ന് തോന്നുന്നു, ജസ്റ്റ് എന്തോ ഒരു വാക്ക് തീർക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാൻമണി പുള്ളിക്കാരൻ എന്തോ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു, നിങ്ങൾ നശിച്ചു പോകുന്ന എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു, ശപിച്ചു പുള്ളിക്കാരി. അപ്പോൾ ജിൻഡോ അവിടെ നിന്ന് ഉം. പറയുന്നുണ്ടായിരുന്നു, എന്താ എന്നെ പുള്ളിക്കാരി ശപിച്ചു, എന്നെ അനുഗ്രഹിക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ജിൻഡോയ്ക്ക് ഇച്ചിരി ഒന്ന് ഫ്രൈറ്റ് ആയിപ്പോയി, എന്താണ് ഫിയർ ആയി പോയോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയായിരുന്നു തോന്നുന്നു. പുള്ളിക്കാരിയുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു, എന്നെ അനുഗ്രഹിക്കെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിലാണ് അത് സംഭവിച്ചത്. നീ പറഞ്ഞതിനെ ബാക്ക് ചെയ്യുവാണ് ഞാൻ. അപ്പം ഉം. അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. പിന്നീട് എന്താണ്, പിന്നീട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ 18ാമത്തെ എപ്പിസോഡിൽ അങ്ങനെ വലിയ സംഭവ ബഹുലമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പിന്നെ പവർ ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജിൻഡോയുടെ ചില കളികളൊക്കെ, അതായത് ഇവര് തമ്മിൽ കേറുന്ന സമയത്ത് ഇവര് ഭയങ്കര ഐക്യദാർഢ്യം, ഞങ്ങൾ യൂണിറ്റി ഒക്കെ കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേറിയത്. ഉം, പക്ഷെ കേറുന്നത് രശ്മിൻ കുറച്ച് കൺട്രോളിങ് ആണ് ആ, ജിൻഡോയുടെ ഇതില്. തീർച്ചയായും. പക്ഷെ ജിൻഡോ അണ്ണന് ഒട്ടും മോശമല്ല. കാര്യം ജിൻഡോയ്ക്ക് തോന്നിയ പോലെയൊക്കെയാണ് അവിടെ ഓരോന്നും ചെയ്യുന്നത്. അവിടെ കിടന്നുറങ്ങും, പട്ടി വരയ്ക്കുമ്പം പുള്ളി എഴുന്നേറ്റിട്ട് ഞാൻ ഉറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടുകാർ മുഴുവൻ ചോദ്യം ചെയ്തിട്ടും പുള്ളി സമ്മതിക്കുന്നില്ല ഞാൻ ഉറങ്ങിയെന്ന്. ഞാൻ തെറ്റ് ചെയ്ത അന്നേരം സമ്മതിക്കുന്ന ആളാണ്. ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ പച്ചക്കള്ളം പറയാനായിട്ട് നമ്മുടെ മല്ലയ്യ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ ബിഗ് ബോസിന് ആവുള്ളൂ എനിക്ക് തോന്നുന്നു. അവിടെ എന്നിട്ട് ജിൻഡോമൻ ജാസ്മിൻ ഉറങ്ങിയതിന് പണിഷ്മെന്റ്. ഇവരുടെ പവർ പവർ ടീമാണെങ്കിൽ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ മീറ്റിംഗ് കണ്ട് 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 മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ എത്തിയായിരുന്നു ഈ ആ ആഴ്ചയൊക്കെ. അതെ. അതായത് എപ്പോഴും മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, എന്നിട്ട് ഇവര് തമ്മിലിരുന്ന് ചർച്ച ചെയ്യും. എന്നിട്ട് ഈ പവർ ടീം ആൾക്കാർ ഇപ്പൊ ജിൻഡോ പണിഷ്മെന്റ് ഏറ്റെടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രശ്മിൻ പറയുകയാണ് എന്നാൽ പിന്നെ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അതായത് പവർ ടീമിൽ ഒരാൾ തെറ്റ് ചെയ്താലും അത് എല്ലാവരെയും പവർ ടീമിനെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആ പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ നിൽക്കും. അങ്ങനെ നന്മമരം കളിക്കേണ്ട ഇത്, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കേണ്ട കാര്യമേ ഇല്ല. ഇല്ല, ഞങ്ങൾ പവർ ടീമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് എന്ന് പറയാനുള്ളിടത്ത് പറഞ്ഞാൽ മതി. ഇവര് പക്ഷെ അത് അവർക്ക് അല്ല മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇവര് പവർ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയും ക്യാപ്റ്റന്റെ റെസ്പോൺസിബിലിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രീതിയിലാണ്. കണ്ടസ്റ്റൻസിന് തന്നെ അറിയില്ല. ഉം. അവര് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിപ്പിച്ച് വലിയ ശിക്ഷകളൊന്നും കൊടുക്കാണ്ട് അവർക്ക് വേണ്ടി അളവുകൾ ചെയ്തു കൊടുത്ത് ഇവര് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇവർക്ക് പവർ ടീം കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇവര് കഷ്ടപ്പെടുവാണ് അവിടെ. പവർ ടീമിന് ആര് കയറിയാലും അവരുടെ അവസ്ഥ ഇതാണ്. അവർക്ക് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റില്ല. കാര്യം ഇവരെ ഈ മറ്റ് കണ്ടസ്റ്റൻസിന് മുഖം ചുളിക്കാത്ത രീതിയിൽ അവരെ പ്ലീസ് ചെയ്തിട്ട് വേണം ഇവർക്ക് ഗെയിം കളിക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് അവർക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും പണിഷ്മെന്റുകൾ കുറയ്ക്കുകയും ഇങ്ങനെ ഒരു ലോഡ് മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് കണ്ട് 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 തന്നെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. അപ്പം ആ മീറ്റിങ്ങിന്റെ സമയത്ത് ഇത് ഏത് എപ്പിസോഡാണെന്നുള്ള രീതിയിൽ ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഞാനത് പറഞ്ഞു പോവാം. അപ്പം ഇങ്ങനെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഗബ്രി ജിൻഡോനെ ഇന്റർഫിയർ ചെയ്തപ്പം അത് ഈ ആഴ്ചയാണോ അത് ഈ വരുന്ന ആഴ്ചയിലെ ഇതിൻ്റെ കാര്യം? ഈ ആഴ്ച തന്നെയല്ലേ? അപ്പം ഈ ജിൻഡോ ഗബ്രി ഇന്റർഫിയർ ചെയ്തപ്പം അതായത് ഗബ്രി പറയുന്നത് ഇവിടെ പവർ ടീമിൽ കയറി ഇരുന്നിട്ട് എന്താ പറയുന്നത് ഉറങ്ങുകയും അങ്ങനെ പണിഷ്മെന്റ് ഏറ്റെടുക്കാതെ മറ്റുള്ളവര് പണിഷ്മെന്റ് ചെയ്യണം, എനിക്ക് പണിഷ്മെന്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഇങ്ങനത്തെ ഒരുമാതിരി ബൂർഷ്വാസി പരിപാടി ഇവിടെ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ടോണിലൊക്കെയാണ് ഗബ്രി പോയിന്റ് പറഞ്ഞതിനുണ്ടല്ലോ. അവൻ പറയുന്ന രീതി നമുക്ക് അൺസൈക്കബിൾ ആണ്. നമുക്കങ്ങ് ഇറിറ്റേറ്റഡ് ആകും. ഹൗസ് മേറ്റ്സ് മാത്രമല്ല നമുക്കും ഇറിറ്റേറ്റഡ് ആകുന്ന രീതിയിലാണ് പുള്ളി പോയിന്റ് പ്രസന്റ് ചെയ്യുന്നത്. അത് നോറയുടെ പക്ഷേ ഇതുമാതിരി നോറയുടെ ശബ്ദമാണ് നോറയുടെ പ്രശ്നം തോന്നുന്നു. നോറ ഇങ്ങനെ കിടന്നിങ്ങനെ അലയ്ക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു അത് പോയിന്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഗബ്രിയുടേത് അങ്ങനെയല്ല. ഗബ്രിയുടെ എന്തോ ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ആണ്. ഇങ്ങനെ അതൊരു വല്ലാത്തൊരു രീതിയിലാണ് പറയുന്നത്. ചില സമയത്ത് ഓക്കെയാണ്, പക്ഷെ മിക്കപ്പോഴും ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ജിൻഡോനെ ഇന്റർഫിയർ ചെയ്യുമ്പം ജിൻഡോ പറയുന്നുണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പുള്ളി ഇരുന്നില്ല, അപ്പൊ ഗബ്രിക്ക് പണിഷ്മെന്റ് കൊടുക്കണമെന്ന്. എന്നാൽ രശ്മിൻ അത്
അതിന് ബാക്ക് ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞത്. കാരണം ഗബ്രി ഒരു നിയമലംഘനമാണല്ലോ നടത്തിയത്. അവർ ടീമിന്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പം സംസാരിക്കാൻ പാടില്ലെന്നൊരു റൂൾ ഉണ്ടെങ്കിൽ, അപ്പം ജിൻഡോയുടെ പണിഷ്മെന്റ് കൊണ്ട് ബോർഡിൽ എഴുതി വെച്ചിരുന്നത് ജിൻഡോ മായിച്ചിട്ട് ഗബ്രിക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പോയി. അത് എഴുതുമ്പോ ഇപ്പൊ നോറ ഉടനെ വന്നിട്ട് ബിഗ് ബോസിനെ ഇൻസൾട്ട് ചെയ്തതിന് കുഞ്ഞിനാണ് അങ്ങനെ എന്തിനാ ചെയ്യുന്നത്, അത് എഴുതിയിരിക്കുന്നത് മായ്ക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ റൈറ്റ്? അല്ല, ഗബ്രിക്ക് പണിഷ്മെന്റ് കൊടുക്കണേ ആകെപ്പാടെ ഒരു ബോർഡ് തന്നെ ഉള്ളൂ. ഇപ്പൊ എഴുതിയത് വായിക്കാതെ പിന്നെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അത് പുള്ളി എഴുതിയ സമയത്ത് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മായ്ച്ചു കളഞ്ഞല്ല. ഗബ്രീന്റെ പണിഷ്മെന്റ് എഴുതാൻ പോയപ്പോ വായിച്ചു. എന്താണ് ഇത് ആകെപ്പാടെ കലവിനെയും കടിപിടിയും, ഒയ്യോ ഒന്നും പറയണ്ട. ഇപ്പം നീ പറഞ്ഞത് എപ്പിസോഡ് 19 സംഭവിച്ച കാര്യമാണ്. കാരണം 19ാമത്തെ എപ്പിസോഡിൽ ഇത് മാത്രമേ ഉള്ളൂ. ഫുൾ അടിയാണ് നടക്കുന്നത്. ഇത് മൊത്തം ഈ മീറ്റിംഗും ഫുൾ അടിയും. അടിയാണത്. പിന്നെ ഒരു ചെറിയൊരു ഗെയിം, എന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട്. എന്തായിരുന്നു ഓർക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. ആ എപ്പിസോഡ് കണ്ടെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അതുപോലെയാണ്. പക്ഷെ മറ്റേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന 18ാമത്തെ എപ്പിസോഡിൽ 2 കാര്യം കൂടെ ഉണ്ട് പറയാൻ. അത് ഞാൻ മറന്നുപോയതാ പറയാൻ. നീ ഓർക്കുന്നുണ്ടോ ഋഷി ലവ് സ്റ്റോറി പറഞ്ഞത്? മറ്റേ ക്രിഞ്ച് സാധനം. മറ്റേ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വീട് വിട്ട് പോയത്. അതെ 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 അതെ. തിരിച്ചു പോണ വഴിക്ക് മറ്റേ എന്തോ കള്ള് ഷാപ്പിന്റെ അവിടെ വണ്ടി നിർത്തിയിട്ടപ്പോ ആൾക്കാർ വരുന്ന കണ്ട് ബൈക്ക് പാലത്തിന്റെ അവിടെ വെച്ചിട്ട് പുള്ളി തെങ്ങിന്റെ പുറകിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് അത് അവര് റിട്ടേൺ ആദ്യത്തെ വന്നിട്ട് ദിവസം ഫസ്റ്റ് ഡേ അവര് വീട്ടിൽ കയറിയെന്നോ, പിന്നെ സെക്കൻഡ് ഡേയും പോയപ്പോ പിടിച്ചെന്നോ അതൊക്കെയാണ്. ഇച്ചിരി അല്ല, ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഡേ കേറി അവരവിടെ സംസാരിച്ചിരുന്നു. അവൻ കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുത്ത ദിവസം പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് വഴിയിൽ വെച്ച് ആൾക്കാർ കണ്ടുപിടിക്കുമെന്ന് പേടിച്ച് അവിടെ സത്യം മാറിയിരുന്നു. പറഞ്ഞാൽ ആ പിന്നെ ക്രിഞ്ച് കേട്ടോണ്ടിരിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ ചെറുതായിട്ട് അതൊന്ന് ഓടിച്ചു വിട്ടായിരുന്നു. അല്ല, അത് ഇളം പ്രായത്തിൽ പിള്ളേർക്കുള്ള ഒരു തോന്നുന്ന അത് ആ ഒരു സെൻസിൽ ഇങ്ങനെ. എന്നിട്ട് നീ അല്ലേടാ അത് ഓടിച്ചു വിട്ടത്, വൃത്തിയിട്ടവനെ. അല്ല, അത് എന്റെ ഇളം പ്രായമല്ലല്ലോ. ഞാനിങ്ങനെ മൂത്ത് നരച്ചു പോയത്. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് ആ, പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ, ഇച്ചിരി ക്രിഞ്ചാണല്ലോ. പക്ഷെ എന്നാലും അറിഞ്ഞൂടാ, അത് കൊള്ളാം. എനിക്കറിയില്ല. നമുക്കറിഞ്ഞൂടെ? ഓക്കെ, ആരോട് പറയാൻ. Yes, അപ്പോ continue. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ജബ്രികൾ അടിയിടുന്നുണ്ട്. പക്ഷെ ജബ്രികൾ എന്തിനാണ് അടിയിട്ടതെന്ന് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ജബ്രി അടിയിട്ടു എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, ആ, എന്തിനായിരുന്നു? ആ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. മറ്റേ ജാസ്മിന്റെ അച്ഛൻ സുഖമില്ലാന്നും പറഞ്ഞുകൊണ്ട് കോള് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഒരു പെർഫോമൻസ് അങ്ങോട്ട് കാഴ്ചവെച്ചായിരുന്നു. അയ്യോ റോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയും ഒക്കെ, റോക്കി ഉണ്ടായിരുന്ന സമയത്ത് അയ്യോ റോക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടുകയും അങ്ങനെ ഒരു ഇത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുകയും എന്താ പറയുന്നത്, നിങ്ങൾ എന്നെ വെറുതെ വിട്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പ്ലീസ് ഈ കാര്യം എടുത്തിടരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ റോക്കി വന്ന് ഞാൻ ഇനി എടുത്തിടുമെന്ന് പറഞ്ഞു. റോക്കിക്ക് ദയാദാക്ഷിണില്ലാത്തതുകൊണ്ട് റോക്കി എന്ന് പറഞ്ഞു. അത് ഈയിടെ ഏതാണ്ട് ലൈവിൽ ഏതാണ്ട് പുള്ളിക്കാരി, അപ്പം ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പറഞ്ഞത് മനുഷ്യത്വത്തിന്റെ പേരിൽ ബിഗ് ബോസ് അത് ആ കോള് നമ്മളെ കാണിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ജാസ്മിൻ ഇങ്ങനെ ഏതാണ്ട് ലൈവില് പറഞ്ഞത് എന്നെ ആ, അപ്പം വിളിച്ചിട്ട് അപ്പന്റെ വായിന്ന് നല്ല തെറി കേട്ടു എന്നുള്ളൊരു അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഹോസ്പിറ്റലിന്റെ ഓ, കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല വിളിച്ചത്. ഈ കാര്യം ഉണ്ടായിരുന്നു. അത് ഇത് ശരി. റിയൽ ലൈഫിൽ ചിലര് പുള്ളി ഏതാണ്ട് ബേക്കറി നിൽക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഏതാണ്ട്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇതിനകത്ത്. പക്ഷെ ഇങ്ങനെ ഒരു കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അൺഫെയർ ആണ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. കാര്യം ആൾക്കാർക്ക് ഹിന്റ് കൊടുക്കുന്നു എന്നുള്ള രീതി. പക്ഷെ ഈ ഹിന്ദി ബിഗ് ബോസിനൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ തമിഴ് ബിഗ് ബോസിനാണെങ്കിലും കമൽ സാറ് വരുന്ന എപ്പിസോഡിന് ഓഡിയൻസിന്റെ ശബ്ദം അവർക്ക് കേൾക്കാം. കൈയടിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം കേൾക്കാം. അപ്പൊ അവർക്ക് അതിൽ നിന്ന് തന്നെ ആളുകൾക്ക് ഉള്ള ഒരു സപ്പോർട്ട് മനസ്സിലാക്കുക. ആര്യയുടെയൊക്കെ സീസണിൽ, ഞാൻ കണ്ട സീസണിൽ ആര്യ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇങ്ങനെ ഈ റിയാക്ഷനൊക്കെ കണ്ടിട്ട് ആര്യക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണെന്ന് അവര് മനസ്സിലാക്കിയായിരുന്നു.
പക്ഷെ ഇവിടെ അത് അവർക്ക് കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. കേൾപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം കേൾപ്പിക്കുന്നതല്ലേ എങ്ങനെങ്കിലും നല്ലത്. അവർക്ക് അതാകുമ്പോ അവർക്ക് അതിനനുസരിച്ച് സ്ട്രാറ്റജി മാറ്റാമല്ലോ. അല്ല മാറ്റിക്കളിക്കാമല്ലോ ഒന്ന്. അത് നല്ലതല്ലേ പക്ഷെ മാറ്റിക്കളിക്കുന്നത്. നമുക്കും അത് വെറൈറ്റി ആയിരിക്കും, റിഫ്രഷിംഗ് ആയിരിക്കും. അല്ല ഇനി ഇനി വരുന്ന ആഴ്ചകളില് ഇപ്പൊ ഇനി നമ്മൾ കാണാനുള്ള എപ്പിസോഡിന് ലാലേട്ടൻ എന്തോ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കമന്റ് എന്തോ വായിച്ചു എന്ന് പറഞ്ഞു. ഇനിയുള്ള ആഴ്ചകളില് ഓഡിയൻസിൽ നിന്ന് തന്നെ അവർക്ക് നേരിട്ട് കോള് വന്നിട്ട് കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്ന പരിപാടിയൊക്കെ ബിഗ് ബോസിലുണ്ട്. അതൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഇവർക്ക് അങ്ങനെയൊക്കെ ഹിന്റുകൾ കിട്ടാൻ. പിന്നെ ലാലേട്ടനാണ് മെയിൻ ഹിന്റ്. പുള്ളി വന്നിട്ട് എങ്ങനെ ആരെ എടുത്ത് വറുത്തെടുക്കുന്നു, നമ്മളോടുള്ള പെരുമാറ്റം എന്താണെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വേണം ഡീകോഡ് ചെയ്യാൻ. പിന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ ഈ ആഴ്ച ഉണ്ട്. അപ്പം അതൊരു വലിയ ഇതാണ്. അതിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പുറത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ. അപ്പം ഇപ്പം അപ്പോൾ അങ്ങനെയാണ് 19ാമത്തെ എപ്പിസോഡ് അങ്ങനെയാണ് എൻ്റെ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജാസ്മിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ട്. അതായത് നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ടാക്ടിക്സ് എന്താണെങ്കിലും അവരുടെ ഗെയിം എന്താണേലും അവർ ഈ അപ്പൻ്റെ കോള് വന്നു കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ അച്ഛൻ്റെ കോള് വന്നു കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരി ഗബ്രിയോടിരുന്ന് പറയുന്നുണ്ട് നമുക്കൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം, എന്താണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തിനാ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത്? ഇവർ ഫ്രണ്ട്സ് അല്ലേ. അല്ല കോമ്പോ വീട്ടില് കണ്ടത് ഇഷ്യൂ ആയി, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് ഇടാം എന്നുള്ള അത് രീതിയിലാണ് കോംബോ ഒന്നും പറഞ്ഞത്. അല്ലല്ലോ, ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സ് ആണെങ്കിലും ഇനിയിപ്പോ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് നടക്കുമ്പം അവർക്ക് എന്ത് ഇതായാലും എന്നുള്ള ഒരു ആംഗിളിലാണെങ്കിലും വന്നിട്ടുണ്ട്. കൊള്ളായിരുന്നു. അത് എന്താണ്. പക്ഷെ അതാണെങ്കിൽ അതൊന്നും അവര് എന്തിനാ പാലിക്കാനൊന്നും പോയില്ല. 1-2 ദിവസം എന്തോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വരെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇച്ചിരി വിയേർഡായിരുന്നു. അത് ലാലേട്ടൻ വന്ന ഇതിന് മുമ്പത്തെ ആഴ്ച കേട്ടോ. നമ്മൾ ഈ പറയുന്നതിന് മുമ്പത്തെ ആഴ്ചയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നമ്മൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ എപ്പിസോഡിലായിരുന്നു തോന്നുന്നു. ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛന് വേറെ അല്ല ഉപ്പായിക്ക് വേറെ ഹാർട്ട് അറ്റാക്ക് വേറെ അറ്റാക്ക് വന്നോ, ഒരു ബ്ലോക്കേ അല്ല ഉള്ളായിരുന്നു. ബൈപ്പാസ് ബ്ലോക്ക് ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിക്കും. എന്താ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഒരു ബ്ലോക്ക് ബ്ലോക്കേ വന്നതിന് ഉള്ളൂ. 2 ബ്ലോക്ക് വന്നു. ഒരു എനിക്ക് വയ്യ. എന്താണെങ്കിലും ഈ അപ്പൊ ആഴ്ച അങ്ങനെ ലാലേട്ടൻ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ഈസ്റ്ററിന് മുമ്പത്തെ എപ്പിസോഡ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടൻ അങ്ങ് ആറാടി കളിക്കുന്നു. പുള്ളി എല്ലാവരും എടുത്ത് ശരിക്കും കടയിൽ ചെയ്തു. ചായയുടെ മറ്റേ തുമ്മിട്ടോന്നെ അതൊക്കെ കാണിച്ചു. അതൊക്കെ ജാസ്മിനങ്ങ് അളിഞ്ഞില്ലാണ്ടായി. പിന്നെ മൈക്കിന്റെ മൈക്ക് ധരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഇഷ്യൂവും അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചു. ജിൻഡോ ഇരുന്ന് ഉറങ്ങുന്ന കാണിച്ചു. പിന്നെന്തായിരുന്നു, പിന്നെ നമ്മൾ ഗബ്രിയോടും ആക്ച്വലി ജാസ്മിനെയും ലാലേട്ടൻ വരുന്നതിന് എടുത്തിട്ട് മുമ്പ് ഒരു എപ്പിസോഡ് കൂടെ ഉണ്ട്, നീ ഇത് വിട്ടുപോയതാ. 20ാമത്തെ ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്, ജയിൽ നോമിനേഷൻ വരുന്ന ഒരു എപ്പിസോഡ്, ജബ്രി ജയിലിലാവുന്ന എപ്പിസോഡ്. അതിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇച്ചിരി അതൊക്കെ ക്രിഞ്ചായിരുന്നു. ഞാൻ ലിപ്സ്റ്റിക്ക് തേച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജയിലിലെത്തിക്കണത്. വയ്യ എൻ്റെ പൊന്നെണ്ണ, ലിപ്സ്റ്റിക് ഒന്നും കാണാൻ ജിൻഡോ വയ്യ. അണ്ണനാണെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിന് പറയുന്നുണ്ടായിരുന്നു ഇവര് ഞാനങ്ങനെ ജയിലിൻ്റെ അവിടെ പോയി നോക്കി, ഇവർ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നുണ്ടോ ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നുണ്ടോ, എന്തൊരാവശ്യമാണെന്ന് ആലോചിക്കും. അതൊക്കെ ജിൻഡോയുടെ ഇന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവരെന്ത് വായിക്കോട്ടെ, ജിൻഡോയുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇച്ചിരി ബുദ്ധിമുട്ട്. പിന്നെ ബാത്റൂമിൽ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ബാത്റൂം അപ്പുറത്തും ഇപ്പുറത്തും കയറിയിട്ട്, അപ്പൊ ജിൻഡോ ബാത്റൂമിൽ കയറിയപ്പം ഇങ്ങനെ കൊട്ടിയപ്പം ജാസ്മിൻ എടാ ഗബ്രി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ജിൻഡോയ്ക്ക് മനസ്സിലായത് ഇവര് അപ്പുറത്തും ഇപ്പുറത്തും ബാത്റൂമിൽ കയറിയിട്ട് അങ്ങനെ സംസാരിക്കാറുണ്ട് എന്നൊക്കെ. കാര്യം നൈറ്റ് ബാത്റൂമിന് വെളിയിൽ വെച്ചിട്ടാണല്ലോ കയറുന്നത്. പക്ഷെ അത് ജിൻഡോ പറഞ്ഞ രീതിയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ എപ്പിസോഡിനാണ് ഈ മറ്റേ ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് ജാസ്മിൻ ഇരുന്നു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നു, ഗബ്രി പുറത്തിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതായത് ഏതൊരു ലൈവിലാണ് സംഭവിച്ചത്. അതായത് ജാസ്മിൻ അവിടെ ഡ്രസ്സിംഗ് റൂമിനകത്തിരുന്നപ്പോഴത്തേനും ബിഗ് ബോസ് വിളിച്ചിറങ്ങി അവിടെ ഡ്രസ്സിംഗ് റൂമിൽ മൈക്കിട്ടാണേലും ഇട്ടിട്ടാണേലും ഇടാതിരിക്കുക, എങ്ങനെയാണേലും ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല, വെളിയിലോട്ട് വന്നിരിക്കാൻ പറയും.
അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ ഈ വാതിലിൻ്റെ അടുത്ത കട്ടളയിൽ ഒരു സ്റ്റൂൾ എന്താണ്ട് ഇട്ടിട്ട് ഗബ്രി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ജാസ്മിൻ എന്തോ അവിടെ ഇരുന്ന് പറയുകയാണെന്ന് തോന്നുന്നു, അറിയില്ല. ആദ്യം ശ്രീതു വന്ന് എത്തി നോക്കിയിട്ട് ഒരുമാതിരി എന്താണ്ട് ഒരു ഊളച്ചിരി വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് എന്തോ ഒരു റോങ് ആയിട്ട് തോന്നി. നമ്മൾ അത് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് വിളിക്കുന്നത്. അല്ല അവൻ സ്ത്രീത്വം ഒന്ന് ആക്കി ചിരിച്ചതായിരിക്കും എന്താണെങ്കിലും. പക്ഷെ ഈ ജിൻഡോ ഗബ്രി ആയിട്ടുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതായത് ഇവൻ ലാലേട്ടൻ ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, സൺഡേ എപ്പിസോഡിന് മുമ്പാണോ അങ്ങനെ എന്തോ ഒരു പീരീഡിലാണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇവന് അവള് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് മാറുമ്പോഴത്തേക്ക് എത്തി നോക്കാം, ഞാൻ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ ഇവരുടെ ഇത് വാച്ച് ചെയ്യുന്നതാണ് പ്രശ്നം എന്നൊരു ഡയലോഗ് പറഞ്ഞു. അവളവിടെ ഇരുന്ന് ഡ്രസ്സ് മാറിയപ്പോഴല്ല അവൻ എത്തി നോക്കിയത്. അതെ അതൊരു അതെ. ഭയങ്കര മോശം സ്റ്റേറ്റ്മെന്റ് ആണത്. ആണ്. ജിൻഡോ ഫാൻസ് വന്നാലും ഞാനത് പറയുന്നത് ഒരുമാതിരി. നമുക്ക് ജാസ്മിൻ ഗബ്രി പോകുമ്പോ വല്ലത്തിനായിരിക്കും, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു അതെ ലൈസൻസ് അവിടെ ആർക്കും കൊടുത്തിട്ടില്ല. അതെ അതെ അതെ. അവളവിടെ ഇരിക്കുമായിരുന്നു, അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ഒബിയസ്ലി ക്യാമറ വെക്കാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല എന്താണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജിൻഡോ പറയുന്ന പോലെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഇരുന്നായിരിക്കാം, മൈക്കിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ അവൾ ഡ്രസ്സ് മാറുമ്പോൾ എത്തി നോക്കി എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പറയണത്, അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ബിഗ് ബോസിൻ്റെ അകത്ത് ഇല്ല. എല്ലായിടത്തും ക്യാമറയുണ്ട്. ക്യാമറ ഇല്ലാത്ത രണ്ട് സ്ഥലമാണ് ഈ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും. അവിടെ പോയിട്ടിരുന്ന് അവള് ഡ്രസ്സ് മാറുന്നതിൻ്റെ ഇടയിൽ നോക്കിയെന്നാണല്ലോ ജിൻഡോ എന്ന് പറയുന്നത്. കയ്യിലൊരു ഡ്രസ്സ് പോലും ഇല്ലാണ്ട് അവളവിടെ പോയി എന്ത് ഡ്രസ്സ് മാറുന്നു? അങ്ങനെ അങ്ങനെ നോക്കുന്നത് തന്നെ അത് എന്തൊരു എന്ത് എന്തൊരു വൾഗറായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത്. എനിക്കത് തീരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തെ ജിൻഡോ അല്ല, അണ്ണന്റെ അത്തരം. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ ഓർത്തത്. ഇത് എന്ത് സംഭവം എനിക്ക് വ്യക്തമായിട്ടില്ല, അറിയത്തില്ല. കാരണം ഇത് അവർ എലാബറേറ്റ് ചെയ്തില്ല. എനിക്ക് അതിൻ്റെ അകത്തിൽ വലിയ കോണ്ടെക്സ്റ്റ് ഇല്ല. അതിനെ അവർ പിന്നീട് അതിനോട് സംസാരിച്ചതും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ജാൻമണിയുടെ ഒരു അടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജാൻമണി ഗബ്രിയും ജാൻമണിയും തമ്മിൽ ഒരു അടി നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ജാൻമണി പറയാണ്, ഗബ്രി എന്നോട് പറഞ്ഞു, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ആ ഒരു അടിയുടെ കാര്യം, അതിപ്പോഴാണ് സംഭവിക്കുന്നത്. ഗബ്രിയും ജാൻമണിയും തമ്മിലുള്ള അടി ഇപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ അടി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിയുടെ റൂമിൽ വന്നിരുന്ന പുള്ളിക്കാരി പറയുന്നത്, എന്താ ഈ എന്താ ആണും പെണ്ണും വ്യത്യാസം കാണിച്ചു, എന്നോട് കാണിച്ചു, ജെൻഡർ വ്യത്യാസം അവൻ എന്നോട് കാണിച്ചു എന്ന് പറയുന്നതിനെ പുള്ളിക്കാരി ബാക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. പുള്ളിക്കാരി പറയുന്നു, പുള്ളിക്കാരി എന്തോ ഒരു പണിഷ്മെൻറ്റോ എന്തോ സംഭവിച്ചു, എനിക്കൊന്ന് പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു ക്ലീനിങ് ടീമിലുള്ളത്, എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരിയോട് പണിഷ്മെൻറ്റിൻ്റെ സമയത്തെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞത്. ആ സമയത്ത് എന്താണ് ഗബ്രി പറഞ്ഞെന്ന്, എന്താണ് പുള്ളിക്കാരിയോട് പൊളൈറ്റായിട്ടാണ് ചോദിച്ചത്, പക്ഷെ ചോദിച്ചെന്ന് അണ്ടർവെയർ വാഷ് ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചത്. അത് ഇച്ചിരി അണ്ടർവെയർ അതും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ബുദ്ധിമുട്ടാണ്. അവന്റെ അണ്ടർവെയർ പുള്ളിക്കാരി എന്തിനാ വാഷ് ചെയ്ത് കൊടുക്കുന്നത്? ഈ ജെട്ടി ഇതൊക്കെയാണ് കേസൊക്കെയാണ്. എനിക്ക് ഈ ജെട്ടി കേസ്, അണ്ടർവെയറിന്റെ കേസ് വരുന്നുണ്ട് നമുക്ക് ഇനി. അടുത്ത വീക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അണ്ടർവെയറിന്റെ കേസ് വരുന്നുണ്ട്. ആ കേസ് വരുമ്പോഴാണ് ജാസ്മിൻ ജിൻഡോനെ പറ്റിയിട്ട് ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്നത്. ഈ ഡ്രസ്സിംഗ് റൂം പരാമർശം എടുത്ത് പറഞ്ഞുകൊണ്ടൊരു ഒരു സാധനം ഉണ്ട്. അത് നെക്സ്റ്റ് വീക്ക് സംസാരിക്കാം. ഈ അപ്പം ദിഗംബരന്റെ ബാക്ക്ഗ്രൗണ്ടില് കിളികളൊക്കെ ഒച്ച വെക്കുന്നു. നിങ്ങൾക്ക് പ്രഭാതം പതിയെ കേൾക്കാമെങ്കിൽ അത് പൊട്ടി വിടർന്നുകൊണ്ടിരിക്കും. പ്രത്യേക തരത്തിലെ സ്റ്റുഡിയോ സെറ്റിങ്ങിൽ അവൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതാണെന്ന് ഓർത്താൽ മതി. കിളികളൊക്കെ വെച്ച് വെക്കുന്ന അതായത് കിളി മാത്രമല്ല, എൻ്റെ ഫോണിന്റെ ചാർജ് ഏതാണ്ട് ഒരു വരുവാറായിട്ടുണ്ട്. അപ്പൊ മിക്കവാറും കാസ്റ്റവേ അവസ്ഥയാകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. തമിഴ്. ഓക്കെ, അപ്പൊ അങ്ങനെ അതോടെ ആ എപ്പിസോഡ് തീരുകയാണ്. പിന്നെയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് സമ്മറൈസ് ചെയ്ത് പറഞ്ഞത്. അപ്പം ഇതിനകത്തില് ലാലേട്ടൻ ആ എപ്പിസോഡ്, ശനിയാഴ്ചത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. പുള്ളി ഇങ്ങ് പൊരിച്ച് വറുത്തെടുത്തു എന്നെ തന്നെ. അത് എന്ന് നല്ല പറഞ്ഞാൽ രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സിജോയുടെ കാര്യം, മോശമാണല്ലോടാ. സിജോയുടെ അതാണ് ഞാൻ പറയാൻ വന്നത്. അത് മോശമാണല്ലോ. ഒറ്റ ഒരുത്തൻ ചോദിച്ചിട്ടില്ല സിജോയുടെ കാര്യം, അവന് ഓക്കെ ആണോ, അവൻ എന്താണ്, അവന് വയ്യാതെ 5 ദിവസമായി കാണാതായിട്ട്, ഇതുവരെ ആരും ചോദിച്ചില്ല. അവൻ ആ ചത്തോ അല്ല, ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും ആരും ഇപ്പം ചോദിച്ചില്ല. ശനിയും ഞായറും ഒറ്റ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്നാലും 4 ദിവസം കണക്ക് വെച്ചു. ഈ 4 ദിവസമായിട്ടും ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഇവര് എന്താ പറയുന്നത്, മറ്റേ
വീട്ടിൽ നിന്ന് ആരെങ്കിലും എവിക്റ്റായി പോകുമ്പോൾ കാണിക്കുന്ന വികാര പ്രകടനങ്ങളുടെ ഒരു അംശം പോലും ഈ കാര്യത്തിലുണ്ടായിരുന്നില്ല. ആകെപ്പാടെ ശ്രീരേഖ ചോദിച്ചു, പിന്നെ നമ്മുടെ നമ്മുടെ സ്കൈ ചോദിച്ചു, ശരണ്യ. ശരണ്യയും ചോദിച്ചു. ശ്രീരേഖ ബിഗ് ബോസിനോട് ചോദിച്ചു, ശരണ്യയും ചോദിച്ചു. കാര്യം ശരണ്യായിരുന്നു മറ്റേ ഐസ് പാക്ക് ഒക്കെ വെച്ച് കൊടുക്കാനും ഒക്കെ അതെ. ഉണ്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും ആകെ ചോദിച്ചുള്ളൂ. ബാക്കി ആരും ഞങ്ങൾ തമ്മി തമ്മി ചോദിച്ചു. എന്നിട്ട് ആ, തമ്മി അവരെന്താ തമ്മി തമ്മിൽ ചോദിച്ചു. തമ്മിൽ ചോദിക്കുന്നത്? അവർക്ക് എങ്ങനെ അറിയാം അവിടെ എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നത്? അതിൻ്റെ കൂടെ ആണെങ്കിൽ അതും അതിന് അതിൻ്റെ കൂടെ ലാലേട്ടനാണെങ്കിൽ ജാസ്മിനോട് ആദ്യം ചോദിച്ചത് എന്താണ് ജാസ്മിൻ ചോദിക്കാഞ്ഞത്, അവര് വെളിയിൽ പോയപ്പം സിജോ പോയിട്ട് വിഷമമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ജാസ്മിൻ പറയാ, എന്നാൽ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെന്ന്, രണ്ടുപേര് പോയി, അത്രേ ഉള്ളൂ. പുള്ളിക്കാരി ഉള്ള സത്യം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെയാണ് ഓർത്തത് അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം. അതും ഇച്ചിരി സിജോയുടെ മറ്റേ റോങ് ആണല്ലോ. വീഡിയോ ഒക്കെ കാണിച്ചപ്പോ അൻസിബയുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു, ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ദൈവം. ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അത് നമ്മുടെ ഡെൻ ടീം, അർജുൻ, അൻസിബ, അർജുൻ ഉൾപ്പെടെ. ഋഷി എല്ലാരും കൂടെ വന്ന് നിന്നിട്ട് സിജോ പ്രൊവോക്ക് ചെയ്തതാണ്, ഇല്ലെങ്കിൽ പാവം റോക്കി ഇടിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ എനിക്കതൊക്കെ ചെറുക്കനാണെങ്കിലും കാണുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്കതാ ബുദ്ധിമുട്ട്. അതാണ് ഇവരെന്തിനാ ഈ റോക്കിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാവും. പക്ഷെ ഇവിടെ തെറ്റ് ചെയ്ത് റോക്കിയാണല്ലോ. സിജോ പ്രൊവോക്ക് ചെയ്തെന്ന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഗബ്രി പ്രൊവോക്ക് ചെയ്ത ആ ഒരു ടോണിലൊന്നും അല്ല. അവൻ പ്രൊവോക്കിങ് തന്നെയാണ്, ശരിയാണ്. ഇങ്ങനെ ഒരാൾ അജിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുമ്പം അയാൾ ഒരുമാതിരി ആക്കിക്കൊണ്ടുള്ള രീതിയിലാണ്. പക്ഷെ ഇവനെ കയറി ഇടിക്കാനും മാത്രമുള്ള പ്രൊവോക്കേഷനായിട്ടൊന്നും അത് ഇനി അങ്ങനെ പ്രൊവോക്ക് ചെയ്താലും ഇവനെ കയറി ഇടിക്കുന്ന എന്തിനും. അത് തെറ്റ് റോക്കിയുടെ ഭാഗത്താണ്. സിജു പ്രൊവോക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ചെയ്തില്ലെന്ന് പറഞ്ഞാലും റോക്കി തെറ്റ് ചെയ്തു. സിജുവാണ് ഭാഗത്തും തെറ്റുണ്ടെന്ന് നമുക്ക് പറയാം. കാര്യം പൊക്കി പ്രൊവോക്ക് ചെയ്തു ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ ഇന്നേക്ക് ഇവൻ ഇടിച്ചതാണല്ലോ. എന്നിട്ട് ഇവര് ഈ അർജുനും ഋഷിയും അൻസുബയും കൂടെ റോക്കിനെ സപ്പോർട്ട് ചെയ്തു വന്നത്. അതായത് സിജു പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതൊരു നെഗറ്റീവ് ഇത് ഉണ്ടാക്കി. അത് അത് കഴിഞ്ഞിട്ടാണ് ഈ അൻസിബ ഈ സീൻ കണ്ടിട്ട് കരഞ്ഞ് അൻസിബ കരഞ്ഞു. തളർന്ന്. അൻസിബ കരഞ്ഞു. ഋഷി എന്താ പറഞ്ഞു, സിജോ വന്നേ, സിജോ എന്താണ് ലാലേട്ടൻ വിളിച്ച് ഇവരെല്ലാരും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സിജോ വന്നു. അതും പുള്ളിയാണെങ്കിൽ മുഖത്ത് മറ്റേ പ്ലേറ്റും സ്ക്രൂവും ഒക്കെ ഉണ്ട് വായിക്കത്തില്, അത്രയും ഭയങ്കര പ്രശ്നമായി. സർജറി ഒക്കെ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇവരെ കാണണം എന്ന് പറഞ്ഞു തന്നെ. അപ്പൊ ഋഷി മിസ് യൂടാന്നൊക്കെ, മിസ് യൂടെയോ, നീ അല്ലേടാ കഴിഞ്ഞ ദിവസം ഇവിടെ മിസ്സിയുടെ നിന്ന് പറഞ്ഞു ഇവനെ പ്രശ്നക്കാരുന്നു, എൻ്റെ ഒരു മിസ് യൂടാ. അല്ല, അതിൻ്റെ ഇടയിൽ ലക്ഷ്മിൻ ഒരു പരിപാടി ഒപ്പിച്ചായിരുന്നു. അതായത് ഇതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെന്താ പിടിച്ചു മാറ്റാൻ ചെല്ലാഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പം ലക്ഷ്മിൻ ഒരു ഓവർ സ്മാർട്ട് കയറി ഒരു ഡയലോഗ് അടിച്ചു. അത് ഡയറക്ടൻ ചോദിച്ച സമയത്ത് ആരും ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി ബ്രേക്കിന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഡിസ്കഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് സിജോയുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് വരുന്നു. ഇപ്പം ശ്രീരേഖയും നമ്മുടെ ശരണ്യ ആദ്യമേ കൈതൊക്കെയായിരുന്നു. അപ്പൊ അവര് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ അത് കഴിഞ്ഞിട്ടാണ് ഡിസ്കഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ട് രശ്മി പിന്നെ വന്നിട്ട് അത് ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട് നെൽസർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനേട്ടൻ ഓൾറെഡി നല്ല കരിക്കിലായിരുന്നു. അപ്പൊ നല്ല നിന്നോട് ചോദിച്ച ദേഷ്യത്തിലായിരുന്നു പുള്ളി. സമയത്ത് നീ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ എന്താണ് എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് അതായത് ലാലേട്ടൻ 24/7 കാണുന്നുണ്ടോ എന്നറിയില്ല, ഞങ്ങള് അന്നേരം അന്വേഷിച്ചായിരുന്നു എന്നൊക്കെ. അത് ഹൗസിന്റെ മൊത്തം പുള്ളിക്കാരി റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. അന്വേഷിച്ചായിരുന്നു എന്നല്ല, ഞങ്ങൾ അന്നേരം എന്താ പുള്ളിക്ക് ഇടി കൊണ്ടപ്പോൾ പുള്ളിയെ നോക്കിയായിരുന്നു. പിന്നെ പുള്ളി പോയപ്പോഴത്തേനും എന്താണ് ജസ്റ്റ് പോയതാന്ന് വിചാരിച്ചതാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പുള്ളിക്കാരി അന്വേഷിച്ചൊന്നുമില്ല എന്ന് ഉം. തോന്നുന്നു. പുള്ളിക്കാരി ഒന്ന് ട്വീക്ക് ചെയ്യാൻ ആ നോക്കിയതാണ്, എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ട്. അപ്പം മോശമാണല്ലോ ഒരു ഹോസ്റ്റിനോട് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണോ മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നതെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉം. ചോദിക്കുന്നത്. അല്ല, ആ മനുഷ്യൻ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് വന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് ഫൈറ്റ് വീഡിയോ വന്നിട്ട് എവിടെയാണെങ്കിലും ഷൂട്ട് ചെയ്യും. അവിടെ നിന്ന് വന്നിട്ടാണ് ഇത് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പുള്ളിക്ക് ഇത് ബിഗ് ബോസ് ചെയ്തിട്ട് വേണ്ട ജീവിക്കാനായിട്ട്. കാരണം ഇവിടെ ആർക്കും അറിയാനും കമൽഹാസന് ഒന്നുമില്ലെങ്കിലും പുള്ളിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൈഡ് പറയാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ലാലേട്ടന് ഈ ബിഗ് ബോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ് ലാലേട്ടനെ. അപ്പം ഇത് ചെയ്യേണ്ട കാര്യം തന്നെ പുള്ളി ഇത് ചെയ്യുന്നുമുണ്ട്. അപ്പൊ പുള്ളി 24/7 കാണുന്നുണ്ടോ, അതൊക്കെ ഇവളെന്തിനാ അറിയുന്നത്?
അങ്ങനെ കാണുന്നുണ്ടോ? ഹോസ്റ്റിനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റിനെ നേരിട്ട് ആണെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാം, പുറത്താക്കാം, അങ്ങനെയൊക്കെ ഉണ്ട് ബിഗ് ബോസിൽ. ലാലേട്ടനായതുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ, കൊടുത്തു അത് പുള്ളിക്കാരിക്ക്. ദേഷ്യം വരുന്നുണ്ടായിരുന്നു പുള്ളിക്ക് നന്നായിട്ട്. എല്ലാവരും ഒരുമാതിരി ചൊറി. എന്താ ജാസ്മിനൊക്കെ ആണെങ്കിൽ ഒരു ബഹുമാനം ഇല്ലാതാണ് പുള്ളിയോട് സംസാരിക്കുന്നത്. നമുക്ക് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലേ? അല്ല, ഈ ജിൻഡോ അണ്ണനോട് ഇവര് കൺഷൻ റൂമിൽ നിന്ന് പോയിട്ട് മറ്റേ ടാസ്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇരുന്ന് വായിച്ചു നോക്കുക. ഇവിടെ വന്ന് വായിക്കുന്നതിന് വരെ അവിടെ നിന്ന് തന്നെ വായിച്ചോണ്ട്, എന്നിട്ട് ഇവിടെ വന്നെങ്കിൽ സ്വാഭാവികം. ഞാനേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറയാണ് അത് കണ്ണാടി കണ്ണട ഇല്ലാത്തോണ്ട് വെച്ചാലേ കാണുന്നൊക്കത്തില്ല. വായിക്കാൻ പറ്റൂ. ആ. ആ, ഈ കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റുമോ നോക്കിയാണ് അങ്ങനെ പറഞ്ഞു. ജിൻഡോ അടുത്ത ആഴ്ചയിൽ ടാസ്ക് ഒക്കെ പുള്ളി കണ്ണട ഇല്ലാണ്ട് തന്നെ വായിക്കുന്നുണ്ട്. അതിനും കുഴപ്പമില്ല. അങ്ങോട്ട് ഒരു ബഹുമാനം ഇല്ലാണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു സീസണിന് ഇങ്ങനത്തെ രീതിയിൽ ആരെങ്കിലും പുള്ളിയുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ പാവമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പുള്ളി അത് പിന്നീട് അടുത്ത ഇതിന് കൂളായി പുള്ളി. പക്ഷേ വല്ല സൽമാൻ ഖാനും വല്ല ആയിരുന്നെങ്കിൽ ആ, പരിപാടി തീർത്തേനെ. അതെ. അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ പിന്നെ പിന്നെ നമ്മുടെ മറ്റേ കോടതി ടാസ്ക് വരുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് മറ്റേ പവർ ടീമിലെ അംഗങ്ങളെ പൊരിച്ച് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുന്ന ടാസ്ക്. അതിൻ്റെ അകത്തിൽ നമുക്ക് ഉം, അതായത് പവർ ടീമിലെ ആൾക്കാരെ കോടതിയിലെ മറ്റേ കോർട്ടിൽ കയറ്റി നിർത്തിയിട്ട് ഓരോ ടീമിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഒരു ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ട് വക്കീലായിട്ട് പോസ് ചെയ്ത് അവർക്ക് ആർഗ്യൂ ചെയ്യാം എന്നൊക്കെയാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതിനകത്തിൽ ഗബ്രി, ഉം. അർജുൻ, നോറ ആയിരുന്നു വക്കീൽമാർ. ഗബ്രി ഒരു പോയിന്റ് പറഞ്ഞു, അത് കുഴപ്പമില്ലായിരുന്നു. അർജുനും ഒരു പോയിന്റ് പറഞ്ഞു. നോറ ഇത് രണ്ടും കൂടെ കമ്പൈൽ ചെയ്ത് പറഞ്ഞിട്ട് ഹെൻസ് പ്രൂവ്ഡ് എന്നും പറഞ്ഞുകൊണ്ട് അടക്കം നലയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താണ് ആ ആ അപ്പം ആ ടാസ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഡിസ്കസ് ചെയ്തിട്ട് അർജുനെയാണ് പവർ ടീമിലോട്ട് എടുത്തത്. ഇങ്ങനെ അർജുൻ വന്നു കഴിഞ്ഞാൽ പവർ ആകും എന്നുള്ള രീതിയിൽ അർജുനെയാണ് പിന്നീട് കയറുന്നത് പവർ ടീമിലൂടെ. അർജുൻ ആദ്യം പോകുന്നില്ലെന്ന് പറഞ്ഞാണ് പിന്നെ കയറി. അപ്പം അങ്ങനെ അർജുൻ പവർ ടീമിൽ കയറി. അപ്പം അതൊക്കെയാണ് ആ ആഴ്ചയിൽ നടന്നത്. ഉം. പിന്നെ ഇനിയിപ്പം പിന്നെ അവിടെ കളികളും നെക്സ്റ്റ് ഗെയിമുകളും കാര്യങ്ങളും ഒക്കെയാണ് നടന്നത്. 2 ഗെയിം നടന്നു. എന്താണ് മറ്റേ ബിസ്ക്കറ്റ് ഉരുട്ടിയിടുന്ന ഒരു ഗെയിം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ആഴ്ച വലുതായിട്ടൊന്നും നടന്നില്ല. അല്ല എന്ന് പറഞ്ഞാൽ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എവിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓൾറെഡി ആൾക്കാരൊക്കെ പോയത് കൊണ്ട്. സോ എനിക്ക് തോന്നുന്നു അത്രയല്ലേ ഉള്ളൂ. വേറെ അത് എന്തെങ്കിലും പറയാനുണ്ടോ? ഈസ്റ്ററിന് അത് എവിക്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു. കാര്യം സിജോയും റോക്കിയും അൺഎക്സ്പെക്റ്റഡ്ലി പുറത്തേക്ക് പോയതുകൊണ്ട് അന്നേരം അവര് ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ ഇരുന്ന് സന്തോഷിച്ചു. അപ്പം ലാലേട്ടൻ പറഞ്ഞു ഇത് സന്തോഷിക്കാനായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, അല്ല. രണ്ടുപേര് പോയതിന്റെ ഉം. പിന്നെ അപ്പൊ ഇപ്പം മുമ്പേ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ പോലെ നടന്നത്. ജിൻഡോടൊറക്കം, എന്താണ് ജാസ്മിന്റെ മൈക്കിന്റെ പ്രശ്നം ഇതെല്ലാം കൂടെ എടുത്ത് ടിവിയിലിട്ട് പൊരിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നടന്നത്. ഈസ്റ്റർ കലാപരിപാടി അപ്പൊ ആ, പിന്നെ അതൊക്കെയാണ് നടന്നത്. പുള്ളിക്കാരിയുടെ ഉം. മറ്റേ ഹൈജീനിന്റെ കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ അങ്ങ് വിട്ടുപോയി. പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് പുള്ളിക്കാരി ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോഴത്തേനും പുള്ളിക്കാരി കപ്പിലോട്ട് തുമ്മി വെച്ചു. എന്നിട്ട് പറഞ്ഞു സാരമില്ല, നമ്മൾ അപ്സര എടുത്തിട്ടുണ്ട്. അപ്സരയോട് പറഞ്ഞു സാരമില്ല, നമ്മൾ മാത്രമേ കണ്ടുള്ളൂ, ന്യൂട്രീഷൻ ആയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അത് ആരോടും പറഞ്ഞില്ല. അത് ബിഗ് ബോസ് എടുത്തങ്ങ് ഇട്ടു ടി വിയിലിട്ട്. അതിന് മുമ്പെയാണ് ഈ പുള്ളിക്കാരി എന്തുകൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരി പറയുകയും ചെയ്തു, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് അത്രയ്ക്ക് ഹൈജീൻ ഒന്നുമില്ല, ഞാൻ എന്തോ ഒന്നിരാടേ കുളിക്കാറുള്ളൂ എന്നറിയാമെന്ന്. എൻ്റെ ദൈവമേ. അതിന്റെയൊക്കെ റിപ്രസൻസ് ഒക്കെ അടുത്ത ആഴ്ചയാണ് കാണാം. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യെസ്. സോ ബാക്കി ശേഷം സ്ക്രീനിൽ കാണാം. അപ്പം അത് വന്നുകൊണ്ട് യെസ്. യെസ്. So on that note, this is UDC Kumari and Mr. Digambaran signing out. Bye. ബൈ.